Is there anybody here who don't understand Malayalam? Nobody. Yeah. ഞാൻ ശരിക്കും ഇംഗ്ലണ്ടുകാരോടല്ലേ സംസാരിക്കുന്നത്, അപ്പൊ ഒരു ഇംഗ്ലീഷ് ആക്സെന്റിൽ ബ്രിട്ടീഷ് ആക്സെന്റിലൊക്കെ പറയണമല്ലോ എന്ന് ഓർത്തിരിക്കുവായിരുന്നു. എനിവേ, നിങ്ങൾക്ക് മലയാളമാണോ വേണ്ടതെന്നാണ് എന്നോട് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത്. ബട്ട് സംടൈംസ് ഐ മേ ബി സ്വിച്ച്, കാരണം സ്ക്രിപ്ചർ അല്ല ഇംഗ്ലീഷിലായിരിക്കും വായിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു GC പ്രോഗ്രാം ഇതുപോലെ ബിഫോർ ടൈം തുടങ്ങുന്നതാണ്. I was supposed to start only at 11:50 my time, 11:50. Anyway, praise God. The topic that we'll be discussing today is a kind of a very elaborate topic. But let's see how we are going to go about that. So the main topic is like identifying the call within a call. നമ്മുടെ ഒരു വിളിയിലുള്ളൊരു വിളി, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. പക്ഷെ അതെല്ലാം പറയുന്നതിന് മുമ്പ് ഒരു ചോദ്യം, എന്താണ് നമ്മുടെ വിളി എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും തിട്ടമുണ്ടോ? എനിക്കറിയാം നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്തേക്കുവാന്ന്, പക്ഷെ ഞാൻ ഒരു പോസ് തരുന്നത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. ആർക്കെങ്കിലും ആൻസർ പറഞ്ഞെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാട്ടോ. വാട്ട് ഡു യു തിങ്ക് ഈസ് യുവർ കോൾ? I hope everybody here are nurses. അല്ലെ, എല്ലാവരും നഴ്സുമാരാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷനിലുള്ള ആളുകളെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ അല്ലാത്തവരും വീട്ടിലിരുന്ന് ഇതിപ്പം കേൾക്കുന്നുണ്ടാവായിരിക്കും. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് പ്രൊഫഷൻ ആയാലും നമുക്ക് ഒറ്റ കോളേ ഉള്ളൂ. ഒരേ ഒരു വിളിയെ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ, ഒരേ ഒരു വൊക്കേഷനേ ഉള്ളൂ. നമ്മൾ കല്യാണം കഴിച്ചവരായിരിക്കാം, സിംഗിൾ ആയിരിക്കാം, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കോൺസെക്രേറ്റഡ് വെർജിനോ ഒക്കെ ആവാൻ ചിന്തിക്കുന്നവരായിരിക്കാം. എന്തായാലും ശരി, നമുക്ക് എല്ലാവർക്കും ഒറ്റ ഒരു കോളേ ഉള്ളൂ, ഒറ്റ ഒരു വൊക്കേഷനേ ഉള്ളൂ. ദൈവമക്കളാകാനുള്ള വിളി. യെസ്, ദൈവമക്കളാവുക, അതായത് വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ പുറകിൽ ഒരാൾ ഇരിപ്പുണ്ടോ അവിടെ? അതാരാന്ന് മനസ്സിലായോ? ഒരു ഐക്കൺ കാണാവോ? എന്റെ ഫേവറേറ്റ് ഐക്കണാ അത്, കാണാവോ? ഞാൻ വിചാരിക്കുന്നു അത് ആരാന്നറിയാമോ? അത് ഈശോയുടെ തിരുഹൃദയമാണ്. ഈശോയുടെ തിരുഹൃദയമാണ് കാണിച്ചേക്കുന്നത്. ഈശോ പോയിന്റ് ചെയ്യുന്നത് ഈശോയുടെ ഹാർട്ടിലോട്ടാണ്. ഞാൻ ഒരിക്കൽ ഒരു ആർട്ടിക്കിൾ വായിച്ചു, അതിൻ്റെ അകത്ത് ഒരാൾ എഴുതിയേക്കുവാണ്, നമുക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? Who can enter into heaven? His answer was very simple but very thought-provoking. I was really stunned when I read that. You know what he said? He said, nobody can go to heaven until and unless he or she starts to think and act like the Sacred Heart of Jesus. ഈശോയുടെ തിരുഹൃദയം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതെ ആർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലെന്ന്. എന്തു പറയുന്ന അതിനെക്കുറിച്ച്? നമ്മൾ ഓർക്കുക, അയ്യോ ഈശോയുടെ തിരുഹൃദയം ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കാനോ? അതെങ്ങനെ സാധിക്കുന്നേന്ന്? അത് സാധിക്കും. അതാ നേരത്തെ ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നമ്മുടെ വിളി ദൈവമക്കളാവാനാന്ന് പറഞ്ഞില്ലേ? ഈശോ ആരാ? ദൈവപുത്രൻ. അപ്പം ഈശോ വന്നത് നമ്മൾ ഓരോരുത്തരെയും ദൈവപുത്രനോ ദൈവപുത്രിയോ ആക്കാനാണ്. അതായത് God became man. സെയിന്റ് അത്തനേഷ്യസ് ഉണ്ട്, God became man that man can become God. ഈസ്റ്റേൺ മിസ്റ്റിസിസത്തിൽ, നമ്മുടെ ഈസ്റ്റേൺ തിയോളജിയിൽ പറയുന്ന ഒരു സംഭവമാണ് ദെയിഫിക്കേഷൻ. ദെയിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം എന്ന് വെച്ചാൽ ദൈവം, അതായത് മനുഷ്യനെ ദൈവമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആരംഭിച്ചത് എവിടെ? ബാപ്റ്റിസത്തിൽ. നമ്മുടെ ബാപ്റ്റിസത്തിൽ ആരംഭിച്ച ഒരു കാര്യമാണത്. അതിന്റെ ഒരു കൾമിനേഷൻ ആണ് നമ്മൾ സ്വർഗത്തിൽ എത്തിക്കുന്നത്. സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാലും ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. വി ഗ്രോ മോർ ആൻഡ് മോർ ഇൻ ദ ലവ് ഓഫ് ഗാഡ് ഈവൻ വെൻ വി ഗെറ്റ് ദേർ. സോ സ്വർഗത്തിലെ ചെല്ലുമ്പോൾ എല്ലാം സ്റ്റാറ്റിക് ആണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ദർ ഓൾസോ ഇറ്റ് ജസ്റ്റ് കണ്ടിന്യൂസ് ടു ഇറ്റേണിറ്റി. പൗലോസ്ലീഹ പറയത്തില്ലേ, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. അതാണ് നമ്മുടെ യാത്ര. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ വൊക്കേഷനേ ഉള്ളൂ, സെയിന്റ് ആവുക എന്നുള്ളത്. അതായത് ഈശോയുടെ ഹൃദയത്തിനോടുള്ള ഒരു കൺഫർമേഷൻ, കൺഫേമിങ് അവർ ഹാർട്ട് ടു ഹിസ് ഹാർട്ട്, കൺഫേമിങ് അവർ വിൽ ടു ഗാഡ്സ് വിൽ. ഇതാണ് സംഭവിക്കുന്നത്. സോ ദിസ് ഈസ് അവർ കോൾ. ഇത് നമ്മൾ എങ്ങനെ ആക്ച്വലൈസ് ചെയ്യുന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വൊക്കേഷനിലൂടെ മാത്രമേ ഉള്ളൂ. അതായത് നമുക്കൊരു വൊക്കേഷൻ ദൈവം വെച്ചിട്ടുണ്ട്. അത് ചിലപ്പം സന്യസ്ത ജീവിതമായിരിക്കാം, ഏകസ്ഥമായിരിക്കാം, അല്ലെങ്കിൽ വൈവാഹിക ജീവിതമായിരിക്കാം. ഇതേതായാലും
ആ ഒരു വൊക്കേഷനിൽ കൂടെ മാത്രമേ നമുക്ക് ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആകാൻ പറ്റത്തുള്ളൂ, സ്വർഗത്തിലെത്താൻ പറ്റത്തുള്ളൂ. അതല്ലാതെ വേറൊരു മാർഗവും ഇല്ല. അപ്പൊ ഈ വൊക്കേഷൻ നമ്മൾ ജീവിക്കുന്ന അനുസരിച്ചാണ് നമ്മളുടെ വിശുദ്ധിയിൽ നമ്മൾ വളരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. വാട്ട് ഈസ് മൈ കോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ കോള് ഒരു കോളേ ഉള്ളൂ. എനിക്കൊരു വിശുദ്ധനോ വിശുദ്ധയാവണം, ഈശോ പോലെ ആവണം, സ്വർഗത്തിൽ പോകണം. ദിസ് ഇസ് ഇറ്റ്. ഇതാണ് കാറ്റഗിസത്തിലെ ഒന്നാമത്തെ ചോദ്യം. ദൈവം നിന്നെ എന്തിനു സൃഷ്ടിച്ചു? എന്തിനാ സൃഷ്ടിച്ചേ? to know God, to love God and to serve God. That is very important. ആ ഒരു ഗ്രഡേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച് അവിടുത്തെ ശുശ്രൂഷിക്കാൻ, അവിടുത്തെ സെർവ് ചെയ്യാനായിട്ട്. അപ്പൊ ദൈവത്തെ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അറിയാത്ത ഒരു വ്യക്തിയെയോ ഒരാളെയോ എനിക്ക് ഒരിക്കലും സ്നേഹിക്കാൻ പറ്റത്തില്ല. ഞാൻ സ്നേഹിക്കാത്ത ഒരാളെ എനിക്ക് ഒരിക്കലും ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. സോ there need to be these 3 levels there. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് നമുക്കൊരു ദൈവത്തിന്റെ ഒരു വലിയ അനുഭവം ഉണ്ടായി, ഉടനെ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാമോ? നമ്മൾ അങ്ങ് ശുശ്രൂഷകളിലൊക്കെ എടുത്ത് ചാടുക. ഇപ്പൊ ഞാൻ GC യൂത്ത് മൂവ്മെന്റിൽ കൂടി വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ മൂവ്മെന്റിൽ എവിടെ ആയാലും കാണുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമുക്ക് കർത്താവിന്റെ ഒരു സ്നേഹം ഒന്ന് കിട്ടിക്കഴിയുമ്പോഴേക്കും, ചെറിയൊരു ഗ്ലിംസ് കിട്ടുമ്പോഴേ നമ്മൾ ചാടിയോ പുറപ്പെടുക ദൈവത്തെ ശുശ്രൂഷിക്കാനായിട്ട്. അത് പല രീതിയിലായിരിക്കും. മിനിസ്ട്രീസ്, ഇപ്പൊ GC യൂത്തിന്റെ ഒരു ഭാഷയെ പറയുവാണെങ്കിൽ മിനിസ്ട്രീസ് അല്ലെ, ഉടനെ നമ്മൾ ആ മ്യൂസിക് മിനിസ്ട്രി, ആ മിനിസ്ട്രി, ഈ മിനിസ്ട്രി, പല പല മിനിസ്ട്രികളിൽ പെടും. ഇതൊന്നും തെറ്റാന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഇത് ചെയ്യും തോറും ഈ 3 ലെവലിലുള്ള ഒരു ആഴപ്പെടൽ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതായത് ടു നോ ഗാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ദൈവം ഉണ്ടെന്ന് പിശാചിനും അറിയാം, അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല, അവന് പേടിയാ. ഈവൻ ഹി ട്രംബിൾസ് അറ്റ് നോയിങ് ദാറ്റ് ദെയർ ഈസ് എ ഗാഡ്. അവന് പേടിയാ. അവൻ ചിലപ്പോൾ നമ്മളെക്കാളും ബെറ്റർ ആണെന്ന് തോന്നും. അതായത് അവന് ദൈവം ഉണ്ടെന്ന് പറയാൻ, ദൈവത്തെ കുറിച്ച് അവന് പേടിയുണ്ട്, വിറയ്ക്കും, നരകം വിറയ്ക്കും ദൈവത്തിന് പേര് കേട്ട് കഴിഞ്ഞാൽ. പക്ഷേ ദൈവത്തിന് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ട് എന്നുള്ള വെറും ഒരു അറിവല്ല അതിന്റെ അർത്ഥം. അതായത് ദൈവം ആരാണ്. ഇന്നലെ അച്ഛൻ ചിലപ്പോ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണോ അല്ലെ, ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞാണ്. പലപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു സംഭവമുണ്ട്. നമ്മൾക്ക് നമ്മുടെ ഒരു ആത്മീയ ജീവിതത്തില് ഒരു തടസ്സം വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്റ്റക്ക് ആവുന്ന എവിടാന്നറിയാമോ? വെൻ വി ബിക്കം സ്റ്റാഗ്നന്റ്. ഈ ഒരു 3 പ്രോസസ്സിൽ നമ്മൾ സ്റ്റാഗ്നന്റ്. ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും ശുശ്രൂഷ ചെയ്യാനും എവിടെയെങ്കിലുമൊക്കെ ഒരു ഡിസ്പാരിറ്റി വരുമ്പോഴാണ് നമ്മൾ സ്റ്റക്കായി പോകുന്നത് പലപ്പോഴും. ഇത് 3 അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടതാണ്. ദൈവത്തെ അറിയുകയും ദൈവത്തെ സ്നേഹിക്കുകയും ശുശ്രൂഷ ചെയ്യേണ്ടത്, ഇത് 3 കണക്റ്റഡ് ആണ്. അതായത് ദൈവം ആരാണ്. പലപ്പോഴും നമുക്ക് ദൈവം ആരാന്നറിയാമോ? നമ്മുടെ സങ്കല്പങ്ങളില് എന്തൊക്കെയോ നമ്മളൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദൈവത്തിന്. ദൈവം അങ്ങനെയാണ്, ദൈവം ഇങ്ങനെയാണ്, ഞാൻ ചോദിക്കുന്ന കാര്യം തരേണ്ട ആളാണ്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പോകണം, ഞാൻ ദൈവത്തിന്റെ പുറകെ പോവുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവും, അല്ലെങ്കിൽ നല്ലൊരു എന്തെങ്കിലും ഒരു സന്യാസ ജീവിതം ഉണ്ടാവും, എനിക്ക് നല്ല ജോലി ഉണ്ടാവും, ഇങ്ങനെ എല്ലാം നല്ല കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് ദൈവം യാഥാർത്ഥ്യമാവുന്നത്. ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല. എന്റെ സങ്കല്പങ്ങളിലുള്ള പോലെ എങ്ങുമല്ല ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഇന്ന് രോഗിയാണ്, ഞാൻ എല്ലാരേക്കാൾ പരിത്യക്തരാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയിൽ എനിക്ക് ദൈവം ഉണ്ടെന്നുകൊണ്ട് സ്തുതിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഒരാൾക്ക് സ്തുതിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അയാൾക്ക് എന്തൊക്കെയോ ചെറിയ അറിവുകൾ കിട്ടിയിട്ടുണ്ട് ദൈവം എന്താണെന്ന്. അതായത് എന്റെ ചിന്തകളിലോ ഇമാജിനേഷനിലോ ഉള്ള ഒരാളെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് ഞാൻ പൂജിക്കുമല്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് അത് നമ്മൾ ഐഡൽ വർഷിപ്പേഴ്സ് ആയി മാറുന്നത്. അതായത് നമ്മൾ തന്നെ കുറെ കാര്യങ്ങൾ നമ്മുടെ കരം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചിന്ത കൊണ്ട് ഉണ്ടാക്കിയ ഒരാളെയാണ് നമ്മൾ പൂജിക്കുന്നത്. അപ്പൊ നമുക്കവിടെ ട്രൂ നോളജ് ഓഫ് ഗാഡ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ റീഡിങ് ഞാൻ ഇന്ന് എന്താണ് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ, ഇന്നത്തെ നമ്മുടെ ഡെയിലി മാത്സിനുള്ള ഫസ്റ്റ് റീഡിങ് 1 പത്രോസ് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ആരെങ്കിലും അതൊന്ന് വായിക്കാമോ? 1 പത്രോസ് 5 മുതൽ 11 വരെ. മലയാളത്തിൽ വായിക്കാവോ? അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് ഉണ്ട്, ഞാൻ വായിക്കാം. Clothe yourselves with humility in your dealings with one another. For God opposes the proud, but bestows favor on the humble. So humble yourselves under the mighty hand of God, that he may extol you in due time. Cast all your worries upon him, because he cares for you. Be sober and vigilant. Your opponent, the devil, is prowling around like a roaring lion, looking for someone to devour. Resist him,
steadfast in faith, knowing that your fellow believers throughout the world undergo the same sufferings. The God of all grace, who called you to his eternal glory through Christ Jesus, will himself restore, confirm, strengthen, and establish you after you have suffered a little. To him be dominion forever. Amen. ഇതാ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതായത് എനിക്കൊരു തമാശ ഓർമ്മ വരും. ഞാൻ ഈയിടെ സെയിൻസിനെ കുറിച്ച് എഴുതുന്നുണ്ട്. ഇവിടെ ഒരു 100 days of grace എന്നിട്ട് GCUത്തിന്റെ ഒരു നാഷണൽ കോൺഫറൻസ് നടക്കാൻ പോവുക. അതിനു വേണ്ടിയുള്ള ഒരു 100 ദിവസം ഒരു പ്രിപ്പറേഷൻ ആയിട്ട് അന്നത്തെ സെയിൻസിനെ കുറിച്ച് ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ഒരു സെയിന്റ് ഉണ്ട്, ഒരു നമ്മുടെ അയർലൻഡിൽ നിന്നുള്ള ഒരു സെയിന്റ് ആണ്, ചുവറ്റിലോ. അപ്പൊ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. മാത്രമല്ല മറ്റേ ഫ്രണ്ട് ആണെങ്കിൽ ഭയങ്കര തമാശക്കാരനായിരുന്നു. മങ്സ് ആ രണ്ടുപേരും. ഒരു ദിവസം രാജാവ് എപ്പോഴും വരും ഇവരെ കേൾക്കാൻ വേണ്ടി, ഇവർ രണ്ടുപേരെയും കേൾക്കാൻ വേണ്ടി, കിങ് ചാൾസ്. പക്ഷെ പുള്ളിക്ക് ഇത് വലിയ അവര് പറയണമെന്നും അനുസരിക്കണമെന്നും വലിയ താല്പര്യമൊന്നുമല്ല, ചുമ്മാ കേൾക്കാനുള്ള ഒരു സുഖം അല്ലെ. നമ്മളും കാണാറുണ്ട് പലരും റിട്രീറ്റ് വരുന്നത് അതുകൊണ്ടാണ്. ദൈവവചനമൊക്കെ കേൾക്കാനൊരു സുഖമുണ്ട്, പക്ഷെ അതൊന്നും ചെയ്യാൻ വലിയ ഇച്ചിരി ബുദ്ധിമുട്ടാ. അതൊന്നും ചെയ്യത്തൊന്നുമില്ല, പക്ഷെ ചുമ്മാ കേൾക്കാനുള്ള ഒരു സുഖത്തിന് വേണ്ടി പോവും. അപ്പൊ ഇതുപോലെ രാജാവ് വന്നപ്പം ചോദിച്ചു ഒരു ദിവസം, ഓക്കെ സെയിന്റ്, യു നോ എവറിത്തിങ്. I have come to know that you know many things about God, actually everything about God. So can you, what is God doing right now? അപ്പൊ എന്താന്നറിയാമോ സെയിന്റ് പറഞ്ഞത്? പുള്ളി പറഞ്ഞു, God is doing the same thing that he has been doing from the beginning. He is busy casting down the mighty from their thrones and lifting up the lowly. മാതാവിന്റെ സ്തോത്രഗീതത്തിൽ പറയത്തില്ലേ? ഇന്ന് പത്രോസ്ലീഹ അത് തന്നെയാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? God opposes the proud but bestows favor on the humble. അതായത് എളിയവരെ ഉയർത്തുക, പ്രൗഡായ ആളുകളെ ചെതറിക്കുക. ഇതാ ദൈവം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. സോ ഇന്ന് നമ്മുടെ ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഈ പലപ്പോഴും ഈ ഒരു ഡിസ്പാരിറ്റി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ തോട്ടും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും നമ്മളിൽ നിന്ന് വരുന്നതൊക്കെ നമ്മളൊരു ഡിസ്പാരിറ്റി ഉള്ള എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രൈഡ്. ശരിക്കും ബാക്കി മിക്കവാറും ഏത് പാവം നോക്കിയാലും അതെല്ലാം ഈ പ്രൈഡിന്റെ സെർവൻസ് ആണ്, അല്ലെങ്കിൽ പ്രൈഡിൽ നിന്ന് പോരുന്നതാണ്. അതുകൊണ്ടാണ് പ്രൈഡിനെ ഒരു ക്യാപിറ്റൽ സിനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പൂട്ട്, തല. ഇതിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് 7 മാരകപാവങ്ങളുള്ളത്. അതിൽ നിന്നാണ് ബാക്കി എല്ലാ പാവങ്ങളും വരുന്നത്. അതിൽ തന്നെ ഏറ്റവും വിശേഷപ്പെട്ടതാണ് ഈ പ്രൈഡ്. പിശാചിനെ തന്നെ ഒരു ആൾരൂപം കൊടുത്തു കഴിഞ്ഞാല്, പ്രൈഡിന് ആൾരൂപം കൊടുത്തു കഴിഞ്ഞാൽ അത് പിശാചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ നമ്മളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങൾ നോക്കിയാലും അതല്ല ഈ പ്രൈഡിന്റെ ഒരു സട്ടിൽ ഒരു എന്നാ പറയണ്ടേ, ഒരു എന്താണ് ആൾരൂപമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. സോ ഇതിൻ്റെ അകത്ത് പൗലോസ്ലീഹ പറയുന്നത്, ക്ലോത്ത് യുവർ സെൽഫ് വിത്ത് ഹ്യൂമിലിറ്റി. അതായത് ഹ്യൂമിലിറ്റി കൊണ്ട് നമ്മൾ ഹ്യൂമിലിറ്റി ധരിക്കണമെന്നാണ് പറയുന്നത്. അതായത് ഹ്യൂമിലിറ്റി നമ്മൾ ഹ്യൂമിലിറ്റി ആയി മാറണം, നമ്മൾ ഹംബിൾ ആയി മാറണം. ദിസ് ഈസ് അവർ ബിഗസ്റ്റ് എന്നാ പറയണ്ടേ സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാല്. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നു നമ്മുടെ സ്ട്രഗിൾസ് ഒക്കെ, ഇതൊക്കെ ജീവിക്കാൻ എന്താ നമ്മുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സ്ട്രഗിൾ ഈ പ്രൈഡാണ്. നോക്കിക്കേ, നമ്മുടെ ഇപ്പൊ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് പലർക്കും കോവിഡ് പിടിച്ച് നിങ്ങൾ ഇരിക്കുവാന്ന് എനിക്കറിയാം. ലോകം മുഴുവൻ ഒത്തിരി പേർക്ക് ഈ അസുഖമുണ്ട്, കൊറോണ വൈറസ് ഉണ്ട്. ഈ ഒരു വൈറസിൽ നിന്ന് നമ്മൾ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം എന്താണ്? നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, മനുഷ്യ നീ മണ്ണാകുന്നു, ഇത്രേ ഉള്ളൂ നീ. അതായത് നീ എന്തൊക്കെ തന്നെ നിന്റെ മനസ്സിൽ നിന്നെ കുറിച്ച് വിചാരിച്ചു വെച്ച് കഴിഞ്ഞാലും ഒരു കാണാൻ മേലാത്ത ഒരു വൈറസിന് നിന്നെ ഇല്ലാണ്ടാക്കാൻ വലിയ സമയമൊന്നുമില്ല. നിന്റെ ഡ്രീംസ് ഇന്ന് എവിടെ പോയി? നീ എവിടാണിന്ന്? ഞാൻ കണ്ടില്ല ട്രോള്. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, ഒരു ട്രോള് കുറെ പട്ടികളെ നാട്ടിൽ നിന്ന് സംസാരിക്കുക. പട്ടികള് നോക്കുമ്പോ റോഡെല്ലാം ശൂന്യം. അവര് ചോദിച്ചു, എടാ ഇവന്മാരല്ലേ എവിടെ പോയി? ഇവന്മാര് മുനിസിപ്പാലിറ്റി പിടിച്ചോണ്ടോ എന്നാ തോന്നുന്നത്. പണ്ട് പട്ടികളല്ലായിരുന്നു പിടിച്ചോണ്ടിരുന്നേ, ഇവന്മാരല്ല മുനിസിപ്പാലിറ്റി പിടിച്ചോണ്ട് പോയെന്നാ തോന്നുന്നേ. അപ്പൊ വേറൊരു പട്ടി പറയാം, എന്തൊക്കെയായിരുന്നു അവന്മാര് എന്നെ ചന്ദ്രനില് വീട് വെക്കാൻ പോകുന്നു, മാഴ്സിലോട്ട് വെക്കേഷന് പോകുന്നു, എന്നിട്ട് എവിടെയെല്ലാം വീട്ടിൽ കയറി ഇരിപ്പുണ്ടെന്ന്. ശരിക്കും അപ്പൊ പട്ടികൾ പറയുന്നതായിട്ട് ഒരു തമാശയായിട്ട് ആ ട്രോളെങ്കിലും അതിന്റെ ഒത്തിരി കാര്യം നമുക്ക് റിഫ്ലക്ട് ചെയ്യാനുണ്ട് ഇല്ലേ. ഇപ്പൊ ഞാൻ എന്റെ ലൈഫിലോട് നോക്കി തന്നെ ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം പല സ്ഥലങ്ങളിലായിരിക്കേണ്ട വ്യക്തിയാണ്. ഞാൻ എവിടെ നിന്നിരിക്കുന്നത്? എന്റെ വീട്ടില്. പക്ഷെ നമുക്ക് ഒത്തിരി ഡ്രീംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്, നല്ലതിന് വേണ്ടിയാണെന്നൊക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ചില നേരം തകർന്നു പോകുന്നത് അല്ലെങ്കിൽ തകർത്ത് കളയുന്നത്?
പത്രോസ്ലേ പറയുന്നു, humble yourselves under the mighty hand of God, that he may exalt you in due time. Cast all your worries upon him, because he cares for you. Be sober and vigilant. Your opponent, the devil, is prowling around like a lion, looking for someone to devour. So ഇതാ ഈ ലോകത്ത് നടക്കുന്നത്. പിശാച് ഒരു അലറുന്ന സിംഹത്തെ പോലെ ആരെ പിടുങ്ങണോന്ന് ഓർത്തോണ്ട് നടക്കുക. അപ്പൊ നമ്മളെന്തുവാ ചെയ്യുന്നത്? അങ്ങ് ചുമ്മാ നിന്നു കൊടുക്കുക, അവന് നമ്മളെ ഭക്ഷിക്കാനായിട്ട് നിന്നു കൊടുക്കുക. പക്ഷെ പൗലോസ്ലേ പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്താ ഈ സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ എളിമയോടെ താഴ്മയോടെ നിൽക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, അത് കഷ്ടപ്പാടാണോ ദുരിതമാണോ എന്ത് സംഭവിച്ചാലും അവിടെ എനിക്ക് എളിമയോടെ നിൽക്കാൻ പറ്റുമോ? ദിസ് ഈസ് മൈ കോൾ. ഇതാണ് എന്റെ വിളി. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളില് ദൈവത്തിന്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക എന്നുള്ളത്. എന്റെ ലൈഫിൽ ഒരു ഗോൾഡൻ വേഴ്സ് ഉണ്ട്. ഇത്രയും നാളുകൊണ്ട് ഞാൻ പഠിച്ചൊരു വാക്കാണത്. ഒരു വാക്ക് ഞാൻ തന്നെ എന്റെ ഓൺ വേഴ്സിൽ പറഞ്ഞ ഇങ്ങനെയാണ്, പക്ഷെ ഇറ്റ് ഈസ് അഡാപ്റ്റഡ് ഫ്രം റോമൻസ് 8:28. അതായത്, നത്തിങ് വിൽ ഹാപ്പൻ ഇൻ അവർ ലൈഫ്സ് വിതൗട്ട് ദ ലോർഡ് നോയിങ് ഓർ അലവിങ്. ദൈവം അറിയുകയോ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഇതാണ് എന്നെ നയിക്കുന്ന ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്രം റോമൻസ് 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. എല്ലാം, ഈവൻ നമ്മുടെ ദുഷ്ടതകളിൽ നിന്ന് പോലും ദൈവത്തിന് നന്മ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ഈ പെർസ്യൂട്ടിൽ വീണുപോയാലും ഒന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവർ ഗ്ലോറി ഈസ് നോട്ട് ഇൻ നെവർ ഫോളിങ് ബട്ട് റൈസിങ് എവറി ടൈം വി ഫോൾ. സോ ഇതൊരു ഇൻട്രോ ആയിട്ട് ഞാൻ പറയുക. അതായത്, നമ്മൾ ദൈവത്തെ അറിയുക, ദൈവത്തിന്റെ സ്നേഹത്തിൽ വളരുക, ആ സ്നേഹത്തിൽ നിന്ന് വേണം സകല ശുശ്രൂഷകളെ നമ്മളിൽ നിന്ന് വരുവാൻ. ഇപ്പൊ നമ്മൾ പറയുന്നത് എ കോൾ വിതിൻ എ കോൾ. മദർ തെരേസ, കോൾ വിതിൻ എ കോൾ എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവർക്കും ഓർമ്മ വരുന്നത് മദർ തെരേസനായിരിക്കും. കാരണം അത് മദറിന്റെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. മദർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത്, മദർ ശരിക്കും ഒരു ആഗ്രഹിച്ച പോലെ ഒരു കന്യാസ്ത്രീയായി ലൊറേറ്റോയിൽ വളരെ സമാധാനത്തിൽ ജീവിക്കുമായിരുന്നു. പക്ഷെ അവിടെ വെച്ചാണ് മദറിന് ഈ ഒരു അസമാധാനം വരുന്നത്, ഇല്ലേ? ഒത്തിരി കേഴ്സ് മദറിന്റെ ഹൃദയത്തിലോട്ട് വരുവാണ്. അതായത്, എടാ, ഞാൻ ആരെങ്കിലും പറയോ ആ കന്യാസ്ത്രീ ചെയ്ത തെറ്റാന്ന്? ഇന്നും കന്യാസ്ത്രീകൾ അതുപോലെ ചെയ്യുന്നില്ലേ? എത്രയോ കന്യാസ്ത്രീകൾ അതുപോലെ ചെയ്തു, വിശുദ്ധരായി. പക്ഷെ ഈ മദറിനെ വിളിക്കുവാണ്. അതായത്, നിന്നെ ഇപ്പം ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി കർത്താവ് വിളിക്കുവാണ്. ആ കോള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് മദറിന് വരുന്നത്. അത് മദറിന്റെ ഡ്രീമിൽ ഈശോ വരുന്നു, മാതാവ് വരുന്നു, ഒത്തിരി പാവപ്പെട്ടവർ വരുന്നു. ആൻഡ് ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഒരു പിടിയില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു കോൺവെന്റിന്റെ 4 ചുവരുകൾക്കകത്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചൊരു വ്യക്തിയാണ്. അവിടെ നിന്ന് പറയാ, നീ ഇറങ്ങി പോവാൻ ഇതിൻ്റെ അകത്തൊന്നും. ഇങ്ങനെ ഒരു അസ്വസ്ഥത നിങ്ങളുടെ ആരെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ എന്റെ ലൈഫിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്റെ അപ്പ ഒരു പ്രീസ്റ്റ് ആയിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ജീവിച്ചു വരുമായിരുന്നു. ഐ വാസ് സോ പ്രൗഡ് ഓഫ് മൈ റിലിജൻ. എന്റെ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് എല്ലാം കാണാതറിയാം. അതിനെല്ലാം എനിക്ക് ഒത്തിരി സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വളരെ നന്നായിട്ട് ജീവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അപ്പനും അമ്മയും നല്ലത്, അങ്ങനെ ഒത്തിരി സാമ്പത്തികമായ വലിയ ഉയർച്ചയൊന്നും ഇല്ലായിരുന്നെങ്കിലും ഭയങ്കര ലവിങ് ഫാമിലി, അത്യാവശ്യം പഠിത്തം, പട്ടിണി ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ പോകുമ്പം വി ആർ വെരി കംഫർട്ടബിൾ. എനിക്ക് അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ വെച്ചാണ് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത്. അതായത്, എന്നാ പറയണ്ടേ, എന്റെ വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയുള്ള ഒരു വ്യക്തിയായി പോയി. എക്സ്ട്രീം ഒരു സോഷ്യലിസത്തിലോട്ടൊക്കെ പോയി. കാരണം ഈ എന്റെ ചുറ്റിനും നടക്കുന്ന അനീതികൾ, അസ്വസ്ഥതകളൊക്കെ കണ്ടപ്പോ എന്റെ മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി. ഞാൻ നോക്കുമ്പോൾ അതിനൊന്നുള്ളൊരു ഉത്തരം എന്റെ റിലിജനിൽ ഇല്ല, അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടില്ല. അപ്പം എനിക്കത് ഭയങ്കര അസ്വസ്ഥതയുള്ളതാണ്. അപ്പൊ ഞാൻ ഓർത്തു, ഈ മതങ്ങളെല്ലാം വെറുതെ, ഇതെല്ലാം മനുഷ്യനുണ്ടാക്കുന്ന ഒരു സാധനമാണ്, ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് ഓർത്തിട്ട് ഞാൻ അതെല്ലാം ഇട്ടിട്ട്, എന്റെ ബ്രദർ അപ്പോഴേക്കും കുറെ കമ്മ്യൂണിസ്റ്റ് ചിന്തകളൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങ് പോയി അതിന്റെ പുറകെ. ഞാൻ ഓർത്തു, ദിസ് ഈസ് ഗുഡ്, സോഷ്യലിസത്തിലാണ് എല്ലാത്തിനും ഉത്തരവുള്ളത്, മനുഷ്യൻ തന്നെ വിചാരിക്കണം മനുഷ്യൻ നന്നാവണമെങ്കിൽ എന്നൊക്കെയുള്ള ഒരു ചിന്തയിലോട്ട് വീണു പോയിട്ട് ഞാൻ പിന്നെ അമ്പലത്തിലും ഒന്നും പോകാതായി. അങ്ങനെ ഞാനൊരു എയ്ത്തിസ്റ്റ് ആയിട്ട് കുറെ നാൾ പോയി. പക്ഷെ എന്റെ സ്റ്റോറി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴാണ് കർത്താവിന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത്. അതെന്റെ ഒരു ഫ്രണ്ടിലൂടെയാണ്. എന്റെ ഒരു ഫ്രണ്ട്, അവൾ എപ്പോഴും എന്നോട് ഈശോയെ കുറിച്ച് പറയുമായിരുന്നു. പക്ഷെ അപ്പൊക്കെ ഞാൻ ഇങ്ങനെ ഇച്ചിരിയൊക്കെ ആർഗ്യൂ ചെയ്തൊക്കെ പോയിരുന്നു. എന്റെ ഒത്തിരി ഫ്രണ്ട്സ് എന്നോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരെല്ലാവരും ബീറ്റ് ചെയ്യുമായിരുന്നു. കാരണം GC യൂത്ത് ഉണ്ടായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അവരെന്നോട് എപ്പോഴും ഈശോയെ കുറിച്ച് പ്രസംഗിക്കാൻ വരുമ്പോൾ ഞാൻ അവരെല്ലാം ഓടിച്ചു വിടും.
ഈശോ ഒന്നുമില്ല അതൊക്കെ പറഞ്ഞു വിടുവായിരുന്നു. അതുകൊണ്ട് പിന്നെ അവരെന്നോട് ഒന്നും പറയാതായി. കാരണം അവർക്ക് എന്നോടൊന്നും വാദിച്ച് ജയിക്കാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് ഞാൻ ദൈവം ഇല്ലെന്നും കൂടെ പറയും അവരോട്. അല്ലെങ്കിൽ എല്ലാം ശരിയാണ് എനിക്ക് തോന്നുന്ന പോലെ. ഒരു ദിവസം എന്റെ മൂഡ് ഇന്ന് എല്ലാ ദൈവം ഒന്നാന്ന് തോന്നാന്ന് പറയണമെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് അങ്ങ് പ്രസംഗിക്കും. അല്ലെങ്കിൽ ദൈവം ഇല്ലെന്ന് പറയണമെന്ന് തോന്നിയാൽ അങ്ങനെ അങ്ങ് പ്രസംഗിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയണമെന്ന് അങ്ങനെ, അതാ എന്റെ സ്വഭാവം. പക്ഷെ അപ്പം അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുട്ടയിൽ നിന്ന് പെനൻസ് ചെയ്ത് ഒക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് 3rd ഇയർ പഠിക്കുമ്പോഴാണ് ഒരു ഫ്രണ്ട് വരുന്നത്. പുള്ളിക്കാരിക്ക് ഇച്ചിരി കൂടെ സംസാരിക്കാൻ അറിയാമായിരുന്നു. അപ്പൊ അവൾ എന്നോട് ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. എന്തോ എന്റെ ലൈഫിൽ അതിന്റെ ഇടയ്ക്ക് കമ്മ്യൂണിസം തകർന്നു പോയി റഷ്യയിൽ. ആ ലോ പോയിന്റിൽ നിൽക്കുമ്പോഴാണ് ഞാന് then I was like, no, what is the meaning in my life? എനിക്കിനി ഒരു പർപ്പസ് ഇല്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? I always wanted to follow some idealism. അതിനി ഇല്ല. ഞാൻ ഇത്രയും നാൾ വിചാരിച്ചൊരു സംഭവം ഇല്ല. ഒത്തിരി റിസർച്ച് ചെയ്തൊക്കെ വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അതും ഇല്ല. ഇനിയിപ്പോ ഞാൻ എന്ത് കൊടുക്കും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇവൾ എന്നോട് ഈശോയെ കുറിച്ച് ഷെയർ ചെയ്യാൻ തുടങ്ങിയത്. അന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു ലോ പോയിന്റിലായിട്ട് ഞാൻ അധികം ആർഗ്യുമെന്റിനൊന്നും പോയില്ല. ഞാൻ ഇരുന്ന് കേൾക്കാൻ തുടങ്ങി. ചുമ്മാ ഇരുന്ന് കേൾക്കാൻ തുടങ്ങി. എവറിത്തിങ് മേഡ് സെൻസ്. അന്ന് രാത്രി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് രാത്രി ഒരു 6:30 മുതൽ തുടങ്ങിയതായി സംഭാഷണം. വെളുപ്പിന് 3 മണി വരെ പോയി. ഒരു 3 മണിയായപ്പോ ഞാൻ എന്റെ റൂമിൽ പോയിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുക. എന്റെ ജീവിതം മുഴുവൻ എന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോവാ. ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ അതെല്ലാം ഇങ്ങനെ ഒരു സിനിമ പോലെ ഞാനിങ്ങനെ കാണുക. അവിടെ ഇരുന്നപ്പോ ഞാൻ ഇങ്ങനെ ഇരുട്ടിലോട്ട് നോക്കി. എന്റെ എല്ലായിടത്തും ഇരുട്ട. എന്റെ റൂംമേറ്റ്സ് ഒക്കെ കിടന്നുറങ്ങുകൊണ്ട് ഞാൻ ലൈറ്റ് ഒന്നും ഇടാതെ ഇരിക്കുക. ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോ മുകളിലെ ഫ്ലോറിൽ നിന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ താഴെ പുല്ലിലോട്ട് വീഴുന്നുണ്ട്. അത് കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇങ്ങനെ ഓർത്തു, എന്റെ ജീവിതത്തിൽ എന്തോ ഒരു പ്രകാശം വരുന്ന പോലെ എനിക്കൊരു തോന്നല്. പക്ഷെ ആകെ നോക്കുമ്പോ ആകെ അസ്വസ്ഥത അന്ധകാരം ഉള്ളൂ. എങ്കിൽ പോലും ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിച്ചു. എനിക്കൊന്ന് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ഹൃദയം പൊട്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. ഞാൻ ചോദിച്ചു, ദൈവമേ നീ ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ എവിടെയാ? ഹു ആർ യു? നീ ആരാണെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരാമോ? ഇങ്ങനെ ചോദിക്കുക. പക്ഷെ ഒരു സൈലൻസ് ആണ്. പക്ഷെ പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഇതുപോലൊരു പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അങ്ങ് ചാടി വരിക. ഞാൻ പറഞ്ഞു, ഇത്രയും നാള് ഇതൊക്കെ കൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു സംഭവമുണ്ട്. ക്രിസ്തുവാണോ ദൈവം? പിന്നെ സൈലൻസ്. ഞാൻ പറഞ്ഞു, എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഫോളോ ചെയ്ത എല്ലാ ഇസംസും, ഹിന്ദുയിസം, ഏത്തിസം, കമ്മ്യൂണിസം, ഇതെല്ലാം ഞാനങ്ങ് ഉപേക്ഷിച്ചേച്ച് ഐ വിൽ സീക്ക് ഔട്ട് യു ജീസസ്. കർത്താവേ, ഞാൻ നിന്നെ തേടാൻ പോവാണ്. ഇത് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പോകുന്നു. പക്ഷെ നീ ദൈവമാണെങ്കിൽ നീ നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് ഞാനങ്ങ് അത്രയും ചെയ്തോളൂ. എന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. കുറെ നേരം ഞാൻ അവിടെ ഇരുന്നെന്നൊക്കെ ഓർക്കുന്നുണ്ട്. അതേ ഞാൻ ഉറങ്ങി. പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പം എന്റെ ബ്രെയിൻ ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത പോലത്തെ ഒരു അതായത് ഞാൻ എഴുന്നേറ്റ് വരുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ്. എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരു കൺവേർഷൻ നിങ്ങൾ കേട്ട് കാണുമെന്ന്. പക്ഷെ don't believe that it was just an overnight change. Definitely there was a significant change over there, but ഒത്തിരി വർഷങ്ങളിലൂടെ വന്നൊരു സംഭവമാണ്. കർത്താവ് എന്റെ ഹൃദയങ്ങളിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പണ്ടുമൊക്കെ സംസാരിക്കും. പക്ഷെ ഞാനൊന്നും കേട്ടില്ല. അല്ല അവിടെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സിനി എന്നോട് അന്ന് ഈശോ ഷെയർ ചെയ്ത ഫ്രണ്ട് എന്നോട് അന്ന് രാത്രി പറഞ്ഞു, അവളും അത് കഴിഞ്ഞ് ഒത്തിരി നേരം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. എന്തായാലും അവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥനകൾ വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്താ പറ്റിയേ? ഞാന് മാറിപ്പോയി. എനിവേ, ഇതൊരു 1993 ജൂലൈ 31 സംഭവിച്ചൊരു കാര്യമാണ്. ഇന്ന് 27 വർഷം ആകാൻ പോകുന്നു. എനിവേ, അന്ന് ഞാൻ കർത്താവിന് കൊടുത്തൊരു വാഗ്ദാനത്തിൽ ഞാൻ പിന്നെ ഒരിക്കലും തിരിച്ചു പോയിട്ടില്ല. ഐ വാസ് കണ്ടിന്യൂസ്ലി സെർച്ചിങ് ഫോർ ഹിം. പക്ഷെ ദർ ഈസ് സംതിങ് ദാറ്റ് വി റിയലി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹിയർ. നമുക്ക് സെർച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. ദൈവം തന്നെ വെളിപ്പെടുത്തി തരണം നമുക്ക്. ഇല്ല, നമുക്ക് ദൈവത്തെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല, മനസ്സിലാൻ പറ്റില്ല. ദിസ് ഈസ് ദ ബേസിസ് ഓഫ് ഇവാഞ്ചലൈസേഷൻ. അതായത് ഹോളി സ്പിരിറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഏജന്റ് ഓഫ് ഇവാഞ്ചലൈസേഷൻ. നമുക്ക് പറയാം ഇതിനെക്കുറിച്ച് ബാക്കിയുള്ളവരോട്, നമുക്ക് ആഗ്രഹിക്കാം, ഡിസയർ ചെയ്യാം, ഈവൻ ഫോർ അവർ സെൽഫ്. നമുക്ക് അന്വേഷിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ദൈവം വാതിൽ തുറന്നു തരണം. അതായത് ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്. നമുക്ക് ചോദിക്കാം, നമുക്ക് സീക്ക് ചെയ്യാം, നോക്ക് ചെയ്യാം. പക്ഷെ ദൈവം വാതിൽ തുറന്നു തരാതെ ആർക്കും ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആർക്കും ദൈവത്തിന്റെ കൂടെ ആയിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ റിജോയ്സ് എന്ന് പറയാൻ നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്താ കാരണം? കാരണം ഇതാണ് ദൈവത്തിന്റെ ഹിതം. അതായത് എല്ലാവരും ദൈവത്തെ അറിയണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. അതുകൊണ്ട് ദൈവം അത് സാധിച്ചു തരും. പക്ഷെ നീ നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ തേടുമ്പോൾ ഞാൻ നീ എന്നെ കണ്ടെത്തും. ഇല്ലേ?
കർത്താവ് പറയുന്നില്ലേ? അതുപോലെ തന്നെ ആ ഒരു പൂർണ്ണ ഹൃദയം, ചിലപ്പം പൂർണ്ണ ഹൃദയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്നത് ഒക്കെ എല്ലാം കുമ്പസാരിച്ച് റെഡിയായി ഒക്കെ ദൈവം എന്നെ വെളിപ്പെടുത്തി അങ്ങനല്ല പറയുന്നത്. പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് തകർന്ന ഹൃദയം ഉള്ളവർക്ക് ഞാൻ സമീപം, ഐ എം ക്ലോസ് ടു ദ ബ്രോക്കൺ ഹാർട്ടഡ് അല്ലേ. പിന്നെ കർത്താവ് പറയുന്നുണ്ട് എന്താണ്? ഐ ആം ദ ലോർഡ് ഹു ഹിയർ ദ ക്രൈ ഓഫ് ദ പുവർ. സോ ദീസ് ടു വേർഡ്സ്, പുവർ, അതായത് പോവർട്ടി ആൻഡ് ബ്രോക്കൺ ഹാർട്ടഡ്, ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ച് എന്തിനാ ഈ കാര്യമൊക്കെ പറഞ്ഞ പെട്ടെന്ന് ഞങ്ങളോട് ഇവാഞ്ചലൈസ് ചെയ്യാനുള്ള ട്രിക്ക് പറഞ്ഞാ അതല്ലേ നിങ്ങൾ ഈ സെഷനിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷെ എന്താ ഇവാഞ്ചലൈസേഷൻ എന്ന് മനസ്സിലാക്കാതെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇവാഞ്ചലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ഇന്ന് മാർക്കോസ് ലീഹയുടെ സെയിന്റ് ജോൺ ഇവാഞ്ചലിസ്റ്റിന്റെ, മാർക്കോസ് സുവിശേഷകന്റെ എന്താണ് ഫീസ്റ്റ് ആണ്. നല്ലൊരു ഫീസ്റ്റ് ഡേ അല്ലെ. മർക്കോസ് സുവിശേഷം ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിക്കുക എന്നുള്ള കർത്താവിന്റെ ആ ഒരു മാൻഡേറ്റ് അതുപോലെ ചെയ്തൊരു വ്യക്തിയാണ് അല്ലെ. പുള്ളി സുവിശേഷം എഴുതി. നമ്മൾ പലരും ഇന്ന് സുവിശേഷം എഴുതുമല്ലായിരിക്കും ചിലപ്പം അല്ലെ, കേട്ടിട്ടല്ലേ? നിങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. കാരണം ചിലപ്പോഴെങ്കിലും മറ്റൊരാൾ വായിക്കുന്ന ഏക സുവിശേഷം നിങ്ങളായിരിക്കും, നിങ്ങളുടെ ജീവിതമായിരിക്കും. സോ നമ്മുടെ ലൈഫ് വിറ്റ്നസ് ആണ് ഈ ലോകത്തിനുള്ള ഏറ്റവും വലിയ സുവിശേഷം. അപ്പൊ അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മളൊരു സുവിശേഷം ആകണം. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം ഉണ്ട്. എന്റെ സ്പിരിച്വൽ ഡയറക്ടർ ഒരിക്കൽ, ആദ്യത്തെ സ്പിരിച്വൽ ഡയറക്ടർ, അപ്പൊ ഞാനൊരു അച്ഛനോട് അച്ഛാ എന്റെ ഹൃദയം ഇങ്ങനെ അങ്ങ് പുകഞ്ഞിതാവും. അപ്പൊ ഞാൻ ജോലിയെല്ലാം വിട്ടെല്ലാം നിൽക്കുന്ന സമയമാണ്. എനിക്ക് ലോകം മുഴുവനോടും പോയി സുവിശേഷം പറഞ്ഞു. അച്ഛാ എന്റെ അപ്പുറത്തെ നെയ്ബറെ കാണുമ്പോൾ എനിക്ക് ഓടിപ്പോയി അവരോട് സുവിശേഷം പറയാൻ തോന്നുന്നു. അവർക്ക് ഈശോനൊന്നും അറിയത്തില്ല അച്ഛാന്ന്. അച്ഛനൊന്നും ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഞാനോട് അച്ഛനാ ഓക്കെ എന്നുകൊണ്ട് എനിക്ക് ഒരു ബ്ലസ്സിംഗ് ഒക്കെ തരുന്ന അച്ഛൻ. അച്ഛൻ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുക. ഞാൻ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നത്, അച്ഛന് ഒരു വികാരമില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു അച്ഛൻ കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടു. എന്താ അച്ഛൻ പറയാനുള്ളത്? അപ്പൊ എനിക്കൊരു ബ്ലെസ്സിംഗ് ഒക്കെ പ്രതീക്ഷിക്കാം. അച്ഛൻ പറഞ്ഞു ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ, ആർ യു ഇവാഞ്ചലൈസ്ഡ്? ഞാൻ ഞെട്ടിപ്പോ. എന്നോട് ആദ്യമായിട്ട് ഒരു കാര്യം അങ്ങനെ ചോദിക്കുമോ, ആർ യു ഇവാഞ്ചലൈസ്ഡ്? ഞാൻ പറഞ്ഞു ഐ തിങ്ക്. വഴി നിനക്ക് ഇവാഞ്ചലൈസേഷൻ എവിടെന്നാ വരുന്നതെന്ന് അറിയാമോ? എവങ്കേലിയോൺ, ഗോസ്പൽ. പറഞ്ഞു ഞാൻ നിന്നോട് ആർ യു ഇവാഞ്ചലൈസ്ഡ് ചോദിച്ചതിന് ഞാൻ വേറൊരു രീതി ചോദിക്കാം. ഹാവ് യു ബിക്കം ആൻ എവങ്കേലിയോൺ? ഹാവ് യു ബിക്കം എ ഗോസ്പൽ? ഞാൻ പറഞ്ഞു നീ സുവിശേഷമായോ? ഞാൻ എനിക്കറിയത്തില്ല അച്ഛൻ, നീ പ്രാർത്ഥിക്കും, യു ഹാവ് ടു മെഡിറ്റേറ്റ് ഓൺ ദാറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാല് അന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞ സംഭവമുണ്ട്. ഞാൻ എന്റെ മനസ്സിൽ പല പ്രാവശ്യം ചിന്തകൾ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇവാഞ്ചലൈസ് ചെയ്യണം. ബട്ട് ഹാവ് യു ബിക്കം എ ഗോസ്പൽ? നമ്മളൊരു ഗുഡ് ന്യൂസ് ആണോ ബാക്കിയുള്ളവർക്ക്? ഈ ഇവാഞ്ചലൈസേഷൻ എവിടെന്നാ തുടങ്ങുന്നത്? നമ്മൾ പലപ്പോഴും അവർക്ക് എനിക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയുടെ അടുത്താണ് എന്റെ ഇവാഞ്ചലൈസേഷൻ തുടങ്ങുന്നത്. അല്ല, ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് വിത്ത് അവർ സെൽസ്. എന്നിലാണ് ഞാനത് ആദ്യം തുടങ്ങേണ്ടത്. ഞാനൊരു സുവിശേഷമായി മാറണം. ഇന്ന് സെയിന്റ് മാർക്കിന്റെ ഫീസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കാം, ഇതുപോലൊരു സുവിശേഷമായി മാറണേ ഞാൻ കർത്താവെ. എന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ ബാക്കിയുള്ളവർക്ക് ഒരു ഗുഡ് ന്യൂസ് ആണോ അതോ ബാഡ് ന്യൂസ് ആണോ? എന്നെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ അതോ അവരുടെ മുഖത്തൊരു സ്നേഹമുണ്ടോ, ഒരു സന്തോഷമുണ്ടോ, ഒരു പ്രതീക്ഷയുണ്ടോ, ഒരു പ്രത്യാശയുണ്ടോ? എന്നെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് പേടിയാണോ? അപ്പൊ ഞാൻ വലിയ സുവിശേഷ പ്രവർത്തകയൊക്കെ ആയിരിക്കും, പക്ഷെ എന്റെ ടീമിലുള്ള ആളുകൾക്ക് എന്നോട് പേടിയാണോ? എന്നോട് മിണ്ടാൻ പേടിയാണോ? അല്ലെങ്കിൽ എന്റെ വെറും ആജ്ഞാനുവർത്തികളാണോ എന്റെ കൂടെയുള്ള ആളുകൾ? ഞാൻ ഇങ്ങനത്തെ ഒരു ബോസാണോ എല്ലാവരുടെയും? എന്തു പറഞ്ഞാലും ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ഒരു കർക്കശക്കാരിയാണോ? ഈസ് ദിസ് ഗുഡ് ന്യൂസ്? ഇതാണോ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പൊ നമ്മുടെ ഫാമിലി ലൈഫ് എടുത്തു നോക്കിയേ. എടാ, എന്റെ ഭർത്താവിന് അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് എന്നോടുള്ള ഒരു പ്രിഡോമിനന്റ് ഫീലിംഗ് എന്നാണ്? ചിന്തിച്ചു നോക്ക്. നമുക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇവർക്കൊക്കെ നമ്മളോടുള്ള ഒരു പ്രിഡോമിനന്റ് ഫീലിംഗ് എന്താണ്? സ്നേഹമാണോ? സന്തോഷാണോ? പേടിയാണോ? വെറുപ്പാണോ? പിന്നെ ഈ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ വേറെ പല രീതിയിലും വരും കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയല്ലോ. ഇപ്പൊ ഞാൻ സുവിശേഷത്തെ എംബ്രേസ് ചെയ്തപ്പോ എന്റെ വീട്ടിൽ എല്ലാവർക്കും ഒരുതരം എന്നോടൊരു സ്പർദ്ധയായിരുന്നു. പക്ഷെ എങ്കിൽ പോലും എനിക്ക് അറിയാമായിരുന്നു എല്ലാവർക്കും എന്നോട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നാണ് ഈ പകുതി ഈ സ്പർദ്ധ വന്നിരുന്നത്. പക്ഷെ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ. ഞാൻ സുവിശേഷമാകുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് ഒരു ടെസ്റ്റ് പാസ്സായിട്ട് പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടല്ല നമ്മൾ ആ ഇവാഞ്ചലൈസേഷന് പോകുന്നത്. അത് ഞാൻ പിന്നെ പറയാം. പക്ഷേ ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ് എവറി ഇവാഞ്ചലൈസർ നീഡ് ടു തിങ്ക്. ഹാവ് ഐ ബിക്കം ആൻ എവങ്കേലിയോൺ? ഞാനൊരു സുവിശേഷമാകുന്നുണ്ടോ? ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ആകാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? ഇത് നമ്മൾ ചിന്തിക്കണം. പിന്നത്തെ ഇവാഞ്ചലൈസേഷൻ എവിടാന്നറിയാമോ? നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ ഭവനത്തിൽ തന്നെ അടുത്ത ഇവാഞ്ചലൈസേഷൻ നടക്കേണ്ടത്.
അതായത് എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പനും അമ്മയും ബാക്കി റിലേറ്റീവ്സും വരുന്നുള്ളൂ. പിന്നെയാണ് നമ്മുടെ ജോലി വരുന്നത്. അതും ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ സാമൂഹ്യ പ്രവർത്തനം അതും ഇതൊക്കെ വരുന്നുള്ളൂ. അതായത് അതിന്റെ ഒരു പ്രയോറിറ്റി പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയണേ, എൻ്റെ ഫാമിലി, ദൈവമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ ഒരു റിലേഷൻഷിപ്പിലാണല്ലോ ഞാനൊരു സുവിശേഷമായി മാറുന്നത്. ദൈവവും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞ് എൻ്റെ സ്പൗസ്, അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങള്, അത് കഴിഞ്ഞിട്ടാണ് അപ്പനും അമ്മയും ബാക്കി റിലേറ്റീവ്സും ഒക്കെ വരുന്നുള്ളൂ. ഇത്രയും റിലേഷൻസ് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ സാമൂഹ്യ പ്രവർത്തനവും എൻ്റെ ജോലിയൊക്കെ വരുന്നുള്ളൂ. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇന്നത്തെ ഒന്ന് നോക്കിയേ, ജോലി അവിടെ കിടക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് തന്നെയാണ് എൻ്റെ സ്വന്തം പേഴ്സണൽ കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇന്നിപ്പോ നമ്മളൊന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇത് നേരെ റിവേഴ്സൽ ആയി പോയില്ലേ നമ്മുടെയൊക്കെ ലൈഫിൽ. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ കാര്യങ്ങളാണ്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്, അതുപോലെ തന്നെ എൻ്റെ ജോലി ഇല്ലേ. ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ശ്രദ്ധയും സമയവും എല്ലാം പോണ ജോലിയില്ല. ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം നാളെ പോയി ജോലി രാജിവെക്കണമെന്നല്ല, അതല്ല ഞാൻ പറയണത്. പക്ഷെ എക്സ്ക്യൂസ് മീ, 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ അതിന്റെ പുറകെ പോകും. അതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. ഇന്നിപ്പോ ഈ കൊറോണ ഒക്കെ വന്നപ്പോ എന്ത് പറ്റി? ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ജോലി കൂടി, അല്ലാത്തവരൊക്കെയോ പലരുടെയും ജോലി പോയി, വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു, എല്ലാവർക്കും ഇഷ്ടം പോലെ സമയം വീട്ടില്. പിന്നെ വേറെ നമ്മളെ കിള്ളിക്കൊണ്ടിരുന്ന സാധനം ഉണ്ട്, അത് നമ്മുടെ പേഴ്സണൽ ഡിസൈർസ് എന്ന് പറയത്തില്ലേ, നമ്മുടെ ഫോണ് അല്ലേ. എല്ലാവരും ഒരു സ്ക്രീൻ ടൈം നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ? സ്ക്രീൻ ടൈം എല്ലാവർക്കും അറിയാം. സ്ക്രീൻ ടൈം എന്നുള്ള എന്താന്ന് ഞാൻ നിങ്ങൾക്ക് ആർക്കും ട്യൂട്ടോറിയലും തരേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ അകത്ത്. ഈ സ്ക്രീൻ ടൈം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് എത്രയാണ്? ഇറ്റ്സ് അലാമിങ്. 6 to 8 hours ആണ് ഇന്ന് പലരും അവരുടെ സെൽഫോണിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. 6 to 8 hours. Can you believe that? Can you believe that? Irrespective of age. മിനിമം 4 hours എങ്കിലും ആളുകൾ സെൽഫോണിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ടെക്സ്റ്റ് ചെയ്യാനും വിളിക്കാനും എന്ത് വേണേ കൂട്ടിക്കോ. നമ്മുടെ പ്രാർത്ഥനകൾ വരെ അതിൻ്റെ അകത്താണ്. ചിലപ്പം 1 മണിക്കൂർ എങ്കിലും പ്രാർത്ഥനയ്ക്കും ഒക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട് ആളുകൾ. അതിൻ്റെ ക്രിയേറ്റിവിറ്റി ഇങ്ങനെ പല ഹെഡ്സിൽ കാണും. പക്ഷെ യു ഹാവ് ടു പുട്ട് എ ചെക്ക് ഓൺ യുവർ സെൽഫോൺ, ഹൗ യു ആർ സ്പെൻഡിങ് യുവർ സ്ക്രീൻ ടൈം. ഈ വരുന്ന എല്ലാ വാട്സാപ്പ് മെസ്സേജിനൊന്നും ഉത്തരവ് അയക്കേണ്ട. വാട്സാപ്പിൽ വരുന്ന എല്ലാ സംഭവങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ നമ്മൾ ആരും അപ്ഡേറ്റ് ഒന്നും അല്ലാതൊന്നും ആയി പോകത്തില്ല. ഇതിന്റെ ഒക്കെ പുറകെ പോയി കഴിഞ്ഞാൽ യു നോ വാട്ട് വി ആർ ലൂസിങ് അവർ ക്വാളിറ്റി ടൈം വിത്ത് ഗാഡ്, വിത്ത് അവർ സ്പൗസ്, അവർ കിഡ്സ്. ഈവൻ ജോലിയുടെ ഇടയ്ക്ക് പോലും നമ്മൾ ഇതിന്റെ പുറകെ പോകും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഇപ്പോഴും, ഷിക്കാഗോയിലുള്ള ഒരു ന്യൂറോളജിസ്റ്റ് ആണ്. എന്നെക്കാളും പ്രായം കുറവാണ്, പോളിഷുകാരനാണ്, സാബിയക് എന്ന പുള്ളിയുടെ പേര്. പുള്ളിക്കാരനുണ്ടല്ലോ, പുള്ളിക്ക് ഇപ്പോഴും സെൽഫോൺ ഇല്ല, ഫ്ലിപ്പ് ഫോണാണ്. പുള്ളി വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിലൂടെ ചെയ്യുന്നത്. പക്ഷെ ഹീസ് അപ്ഡേറ്റ്, പുള്ളി മെസ്സേജ് ഒക്കെ അയക്കും. പക്ഷെ പുള്ളിക്ക് ടൈമുണ്ട്. അതുകൊണ്ട് എന്താ, പുള്ളിയുടെ മക്കളോടും പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമുണ്ട്. പുള്ളിക്ക് 5 പിള്ളേരുണ്ട്, അവരോട് പറയാൻ എളുപ്പമുണ്ട്. ഈ സെൽഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നുമില്ല. ഇതിന്റെ അപ്പനില്ല, ഒരു ഫ്ലിപ്പ് ഫോണാണ് ഉള്ളത്, കോളോ എടുക്കാൻ മാത്രം. പുള്ളിക്കില്ല ഫോണൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇറ്റ് ഈസ് പോസിബിൾ സച്ച് എ ലൈഫ്. ഞാൻ 30 ദിവസം ഒരു സൈലന്റ് റിട്രീറ്റിന് പോയപ്പോൾ ഞാൻ സെൽഫോൺ തൊട്ടിട്ടേ ഇല്ല. ഈ ലോകമൊന്നും അപ്പോഴും ലോകം നടക്കുന്നുണ്ടായിരുന്നു, എന്റെ വീട്ടിലെ കാര്യമെല്ലാം നടന്നു പോയി. ദാറ്റ്സ് എ ബിഗ് സ്റ്റോറി. ബട്ട് സ്റ്റിൽ നമ്മുടെ പലപ്പോഴും വിചാരമൊന്നും ചെയ്തില്ലെങ്കിൽ ഈവൻ ഇവാഞ്ചലൈസേഷൻ പോലും നടക്കത്തില്ല നമുക്ക് ഗാഡ്ജറ്റ്സ് ഇല്ലെങ്കിൽ എന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ ഈ ദിവസങ്ങളെല്ലാം കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ അതിലോട്ട് വരാം. ഓക്കെ, ലെറ്റ് മീ കം, ഐ വിൽ കം ദേർ, ഐ വിൽ ബി ദേർ വെരി സൂൺ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്. അത് കഴിഞ്ഞിട്ട് നിന്റെ പ്രയോറിറ്റി എന്താണ്? പിള്ളേരുടെ കാര്യങ്ങൾ, സ്കൂളിൽ കൊണ്ടുപോകണം, അത് വേണം ഇത് വേണം. ചേച്ചി ഇതൊക്കെ പറഞ്ഞു വെച്ചു, പക്ഷെ സ്കൂളിൽ കൊണ്ടുവിടണം, അത് ചെയ്യണം, അവരെ ഹോംവർക്ക് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ. ഞാൻ 5 പിള്ളേരെ ഹോം സ്കൂൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മൂത്തയാൾ ഈ വർഷം കോളേജിൽ പോയി, 12 വർഷം ഹോം സ്കൂൾ കഴിഞ്ഞ്. എനിക്കറിയാം അവർക്ക് എന്തോരം പഠിക്കാനുണ്ടെന്ന്, അവരെ കാര്യങ്ങളെ എന്തോരം ഇൻവോൾവ് ചെയ്യണം എന്നെല്ലാം എനിക്കറിയാം. പക്ഷെ നമ്മളെ ചിലപ്പം സബ്ലീസ് ചെയ്ത് വേറെ ആളുകളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ പണി ഒട്ടും കുറയുന്നില്ല. ദാറ്റ്സ് എ ബിഗ് ടോപ്പിക്, ഐ എം നോട്ട് ഗോയിങ് ദേർ, ബട്ട് യു നീഡ് ടു തിങ്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്പൗസിന്റെ കാര്യം വരുന്നത്. സ്പൗസിന്റെ കാര്യവും കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കാര്യം. ഇപ്പൊ എന്ത് പറ്റി? പ്രയോറിറ്റീസ് എല്ലാം തിരിഞ്ഞുപോയി. ഇതിന്റെ ഇടയ്ക്ക് വീട്ടുകാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ സ്പൗസിനെക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് വീട്ടുകാരായിരിക്കും. അതെല്ലാം അവിടെ കിടന്നോട്ടെ, ദാറ്റ്സ് അനദർ ടോപ്പിക്. പക്ഷെ ഞാൻ പറയുന്നത് ഫസ്റ്റ് ഇവാഞ്ചലൈസേഷൻ തുടങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയാക്കണം, പിന്നെ നമ്മുടെ സ്പൗസും കുഞ്ഞുങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയാക്കണം. ഇത് കഴിഞ്ഞിട്ട് ഫാമിലിയും റിലേഷൻസും എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളുടെ ജോലിയും സംഭവങ്ങളും എല്ലാം പോകുന്നത്. ദിസ് ഷുഡ് ബി ദ ഗ്രഡേഷൻ ഇൻ യുവർ life. The way the total amount of time you think and spend in your life should be like this.
ദൈവം, സ്പൗസ്, കുഞ്ഞുങ്ങള്, റിലേഷൻസ്, പിന്നെ എന്റെ ജോലിയും കാര്യങ്ങളും, അത് കഴിഞ്ഞ് സാമൂഹ്യ പ്രവർത്തനം. ഇത് എവിടെയാണ് നമ്മൾക്ക് ഇതിലൊരു തെറ്റ് പറ്റിയെന്ന് ഓർക്കണം നമ്മൾ ശരിക്കും. ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ലൈഫ് ഒരു സുവിശേഷമായി മാറും. നമ്മുടെ ഭർത്താവ് ഇവാഞ്ചലൈസ്ഡ് ആവും, കുഞ്ഞുങ്ങൾ ഇവാഞ്ചലൈസ്ഡ് ആവും, നമ്മുടെ വീട്ടുകാർ ഇവാഞ്ചലൈസ്ഡ് ആവും, നമ്മുടെ സമൂഹത്തിലുള്ളവർ ഇവാഞ്ചലൈസ്ഡ് ആവും, എല്ലാം ആവും. സോ ഫസ്റ്റ് തിങ് നീഡ് ടു ചേഞ്ച്. എന്റെ ലൈഫിലെ പ്രയോറിറ്റീസ് ഞാനൊന്ന് സെറ്റപ്പ് ചെയ്യുന്നതാണ്. നമുക്കൊരു ഇവാഞ്ചലൈസർ ആവണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം, ഇനി കോൾ വിതിന്റെ കോൾ എന്ന് പറഞ്ഞില്ലേ, അതായത് ടു ബിക്കം, ഇപ്പൊ നിങ്ങൾ മിക്കവാറും എല്ലാവരും നേഴ്സസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ്. അപ്പം നമ്മുടെ വൊക്കേഷൻ എല്ലാം അവിടെ ഉണ്ട്, ഫാമിലിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഒരു കോൾ ഉണ്ട്. അതായത് നമ്മളെ കാണുന്ന എല്ലാവരും ഈശോനെ അറിയുന്നവരായി തീരണം എന്ന് പറയുന്നത്. ഇവിടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഈ ലോകം മുഴുവൻ നമ്മൾ നേടിയാലും ദൈവത്തിന് വേണ്ടി നമ്മുടെ ആത്മാവ് പോയി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക്? അപ്പൊ നിങ്ങൾ ഓർക്കും, ചേച്ചി അതെങ്ങനെ ചേച്ചി, എന്റെ ആത്മാവ് നന്നായാലല്ലേ എനിക്ക് ലോകം മുഴുവൻ നേടാൻ പറ്റത്തുള്ളൂ എന്ന്. പക്ഷെ നമ്മൾ ജീസ് യൂത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നത്? കുറെ കാര്യങ്ങൾ കുറച്ച് നാള് ജീസ് യൂത്തിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് കുറെ വചനം അറിയാം, കുറെ പാട്ടറിയാം, കുറെ പ്രസംഗിക്കാൻ അറിയാം, പല സെഷനൊക്കെ കേട്ട് 50, 100, 200 റിട്രീറ്റ് കൂടി പിന്നെ സെഷനൊക്കെ നമുക്ക് എടുക്കാൻ അറിയാം. എല്ലാം ചുമ്മാ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും വിളിച്ചു പറയാൻ പറ്റും. പക്ഷേ I want to tell you, there is another way of ministering. Another thing that the Lord has taught me over these 27 years. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഞാൻ സേക്രഡ് ചൂണ്ടുവാണ്, ആ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ്, ആ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ നിന്നൊരു ഗൈഡൻസ് വരും. അതായത് കർത്താവിന്റെ ഹൃദയം നമ്മളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. Then there happens a ministry that is much more powerful than even our spoken words. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇച്ചിരി തിരിച്ചു വരാം ദൈവമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. സോ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവം എന്റെ അപ്പനാണെന്ന് അറിഞ്ഞാൽ മാത്രം മതിയോ? അതുകൊണ്ട് എനിക്കൊരു കാര്യമില്ല. ഞാൻ ആ അപ്പത്വത്തിൽ ജീവിക്കണം. ദൈവം എന്റെ അപ്പനാണെന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ ജീവിക്കണം. അതായത് അതെന്താണെന്നറിയാമോ? അതാണ് ഈശോ ചെയ്തത്. ഈശോ എന്നാ ചെയ്തത്? ഈശോ പറഞ്ഞു, ഈ ലോകത്തുള്ളതെല്ലാം എൻ്റെ അപ്പൻ്റെയാ. ഇതെല്ലാം എൻ്റെ അപ്പൻ എനിക്ക് തന്നതാണ്. എൻ്റെ അപ്പൻ പിശാച് വന്നിട്ട് പറയാം, എടാ നിനക്ക് വിശക്കുന്നില്ലേ, ഈ കല്ല് പോയി അപ്പമാക്കിയേ, അപ്പാക്കി തിന്നോ. ഈശോ എന്നാ പറഞ്ഞത്? മനുഷ്യൻ ഈ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടാണ്. വി സീ ദ പ്രൊഫൗണ്ട് ഹ്യൂമിലിറ്റി ഓവർ ദെയർ. ഈ കല്ല് അപ്പമാക്കുക എന്താണെന്നറിയാവോ? അത് പ്രൈഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിശാച് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? നീ ആ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് ചാടിക്കേ, കുറെ സർക്കസുകൾ അങ്ങ് കാണിച്ചേ, നിന്റെ കഴിവിൽ കുറെ പരിപാടികൾ അങ്ങ് ചെയ്തേ, ഇതെല്ലാം അങ്ങ് ചെയ്തേ. അപ്പൊ എന്ത് പറ്റും? ആളുകളെല്ലാം കൈയടിക്കും. മിടുക്കൻ, നീ അവിടെ നിന്ന് അങ്ങ് ചാട്, കൈവിട്ട് ചാട്, അത് ഇതുപോലെ പല കൈവിട്ട് ചാട്ടങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ മിനിസ്ട്രിയിലും നമ്മുടെ ലൈഫിലും മൂവ്മെന്റിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. കുറെ സർക്കസ് കാണിക്കുക. എടിച്ചേട്ടൻ പറയാം, കുറെ സർക്കസുകൾ കാണിക്കുമോ നിങ്ങൾ കുറെ? ഞാൻ എന്ത് എടിച്ചേട്ടൻ ഇങ്ങനെ പറയണത്? എടിച്ചേട്ടൻ തന്നെ പറയും നമ്മള് യൂത്ത് ഭയങ്കര ക്രിയേറ്റീവ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആള് പറയാം, എടാ നിങ്ങളൊക്കെ ഇന്ന് കുറെ സർക്കസ് അല്ലേ കാണിക്കുന്നത്? ശരിയാ, കുറെ സർക്കസുകൾ കാണിച്ചു കൂട്ടുന്നുണ്ട് നമ്മൾ. കുറെ 24 hour നൈറ്റ് വിജിലും അതൊരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം പ്രാർത്ഥനയില്ല. ഞാൻ നൈറ്റ് വിജിലും അല്ല, പിന്നെ എന്റെ പേഴ്സണൽ പ്രകാരം ബാക്കി പുല്ലേഴ്സൊക്കെ ആര് കാണുന്നു? ഇതാരും കാണുന്നില്ലല്ലോ. സോ ഇഫ് ഐ എം നോട്ട് faithful over there, who cares about all these things? എനിക്ക് ഒരുത്തരോട് വിരോധമുണ്ട്, എന്നാലും എനിക്ക് മിനിസ്റ്റർ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഒരുത്തരോട് വിരോധം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും, അവന്റെ കൂടെയും ചെയ്യും, ചിരിച്ച് കാണിച്ചുകൊണ്ടും ചെയ്യും. പക്ഷെ പുറത്ത് പത്തി അകത്ത് കത്തിയായിട്ട് മിനിസ്റ്റർ ഒന്നും ചെയ്യാൻ ഞാൻ നിങ്ങളുടെ കാര്യമൊന്നുമല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ എന്റെ കാര്യവും എന്റെ കുറെ ഫ്രണ്ട്സിന്റെ കാര്യവും പറയുന്നത്. സോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റും. ഇതൊക്കെ നമ്മളാ മോളിൽ നിന്ന് എടുത്തൊരു ചാട്ടവാ. എങ്ങോട്ടാ ഈ ചാടുന്നതെന്ന് ഒരു പിടിയില്ലാതെ അങ്ങ് ചാടുക. താഴെ നിൽക്കും, എന്നെ മാലാകമാര് താങ്ങിക്കോളും എന്ന് പറയും. പിന്നെന്തോ അടുത്തത്, നീ എന്നെ ഒന്ന് ആരാധിക്കാൻ പിശാച് പറയും. നമ്മളൊക്കെ നമ്മൾ ആരാ പിശാചിനെ ആരാധിക്കുന്നത്? അതൊക്കെ ഈ സാത്താൻ സേവർക്കുള്ളതല്ലേ എന്ന്. പക്ഷെ നമ്മൾ എത്ര പേര് ഇന്നും പണത്തിനെ ആരാധിക്കുന്നവരുണ്ട്? പണത്തിനെയും ജീവിതത്തിലെ സെക്യൂരിറ്റിയും ആരാധിക്കാത്ത എത്ര പേരുണ്ട്? നമ്മളെല്ലാവരുടെയും ഉദ്ദേശം തന്നെയാണ് നല്ലൊരു ജോലി എടുത്ത് നല്ല സ്ഥലത്ത് വന്ന് ഏറ്റവും കൂടുതൽ കാശ് സമ്പാദിച്ച് നാട്ടിൽ ഒരു വീടുണ്ടാക്കി, ഇവിടെ ഒരു വീടുണ്ടാക്കി, പിന്നെ വേറെ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുറെ സേവിങ്സ് ഉണ്ടാക്കി. ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല. നമ്മൾ പറയും എന്റെ മക്കൾക്ക് വേണ്ടിയാ, അല്ലെങ്കിൽ
ജീസൂത്തിന് ടൈത്ത് കൊടുക്കാൻ വേണ്ടിയാ, എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കറിയില്ല. അങ്ങനെ ജീസൂത്തിന് ടൈത്ത് കെട്ടിയായിരുന്നെങ്കിൽ ഇന്ന് ജീസൂത്ത് എന്തായി പോയനെ. ഇന്നും ഓരോ പ്രോഗ്രാമിന് വേണ്ടി ജീസൂത്ത് അല്ലാത്തവരോട് തെണ്ടേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് അതൊക്കെ. എനിവേ ഞാൻ പറയുക, സോ there are so many idols in our life. ചിലപ്പം നമ്മുടെ തന്നെ ആരോഗ്യമോ സൗന്ദര്യമോ കാര്യങ്ങളോ അല്ലെങ്കിൽ പല കാര്യങ്ങളായിരിക്കും നമ്മളുടെ ഐഡലായിട്ട് വരുന്നത്. ഇവിടെ എല്ലാം നമ്മൾ പിശാചിനെ ആരാധിക്കുക. നമുക്ക് ഒരാളോട് റിക്കൺസൈൽ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ആരെ ആരാധിക്കുന്നത്? പിശാചിനെ ആരാധിക്കുക നമ്മൾ അവിടെ. കർത്താവിന്റെ കുരിശിനല്ല നമ്മൾ അവിടെ ആരാധിക്കുന്നത്. ഇന്നത്തെ ഓഫീസ് ഓഫ് റീഡിങ്ങിലെ ഒരു ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞിട്ടുള്ള ഒരു റെസ്പോൺസോറി ഉണ്ട്. ദിസ് ഈസ് സോ പവർഫുൾ. ഇതൊന്ന് കേൾക്കണം നിങ്ങൾ. ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളോട് ഷെയർ ചെയ്യാൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 1 Corinthians 1:17-21 വരെയുള്ളതിനെ ബേസ് ചെയ്ത. Christ sent me to preach the gospel, but not with the wisdom of this world, in which the cross of Christ loses all its meaning. കേട്ടോ, കർത്താവ് എന്നെ അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കാൻ വിട്ടേക്കുവാണ്. അതെങ്ങനെയാണെന്നറിയാമോ? ഈ ലോകത്തിന്റെ ജ്ഞാനം വെച്ചിട്ടല്ല, പക്ഷേ കർത്താവിന്റെ കുരിശ്. എന്നിട്ട് പിന്നെ അതിന്റെ റെസ്പോൺസ് ഇതാണ്: ഫോർ ദ മെസ്സേജ് ഓഫ് ക്രോസ് ഈസ് ഫൂളിഷ്നെസ് ടു ദോസ് ഹു ആർ ഓൺ ദ വേ ടു ഡിസ്ട്രക്ഷൻ, ബട്ട് ടു us who are on the way to salvation it is a proof of God's power. Hallelujah. ഇത് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഭയങ്കര ത്രിൽഡായിപ്പോ. അത് കഴിഞ്ഞ് ഞാനും ചേട്ടായും കൂടെ രാവിലെ ഇന്ന് ഡിസ്കസ് ചെയ്ത്, എനിക്ക് ഫെബിനയുടെ ഫോൺ വരുന്നതിന് ജസ്റ്റ് മുമ്പ് ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. How can we preach? How can we not preach the wisdom of this world? How can we preach gospel not with the wisdom of this world but with the cross of Christ? എങ്ങനെയാണ് കർത്താവിന്റെ കുരിശിനെ പ്രതി നമുക്ക് കർത്താവിന്റെ കുരിശിലൂടെ ഉള്ള ഒരു സുവിശേഷം ഈ ലോകത്തോട് പങ്കുവെക്കാൻ പറ്റുന്നത്? അതിന് കർത്താവിന്റെ കുരിശ് നമ്മുടെ ജീവിതത്തിൽ കാണണം. എന്റെ ജീവിതം ട്രബിൾ ഫ്രീ ആവുമ്പോഴല്ല ഞാൻ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷകരാവുന്നത്. കർത്താവിന്റെ കുരിശ് എന്റെ ജീവിതത്തില് ഞാൻ വഹിക്കുമ്പോഴാണ് ഓരോ ദിവസവും. അത് ചിലപ്പോൾ ശാരീരികമായ സാധനങ്ങളാവണമെന്നില്ല, പക്ഷേ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകളെ വഹിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകൾ വഹിക്കുന്നതായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, ദർ ഈസ് എ ക്രോസ് ദാറ്റ് ദ ലോർഡ് ഹാസ് ഗിവൺ ഇൻ അവർ ലൈഫ്. അത് വഹിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ സുവിശേഷമായി മാറുന്നത്. അത് ബാക്കിയുള്ളവർക്ക് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിരിക്കും, പക്ഷേ രക്ഷയിലേക്കുള്ളവർക്കോ കർത്താവിന്റെ വിളിച്ചവർക്കോ അത് രക്ഷയിലേക്കുള്ള വലിയൊരു വഴിയാണ് കുരിശ്. സോ this is the wisdom. It's not the wisdom of this world. ഈ ലോകത്തിന്റെ വിസ്റ്റം പ്രസംഗിക്കലല്ല. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം സ്ഥിരമാക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമല്ല നമ്മൾ പ്രഘോഷിക്കേണ്ടത്. ഈ ലോകത്ത് നിനക്ക് എന്ത് സംഭവിച്ചാലും നിനക്കൊരു അപ്പനുണ്ട്, നിന്നെ കെയർ ചെയ്യുന്ന ഒരു അപ്പനുണ്ട് എന്ന് എന്റെ ജീവിതത്തിലൂടെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നതാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം. അതിലോട്ട് അത് നമ്മൾ വിശ്വസിക്കാതെ നമ്മളുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാതെ നമുക്കിത് ഒരിക്കലും ഒരാളോട് പങ്കുവെക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കർത്താവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് ഇതിന്റെ എല്ലാം ഇരിപ്പെന്ന്. കർത്താവ് സെയിന്റ് ഫൗസ്റ്റീനോട് ഒരു കാര്യം പറഞ്ഞു ഇല്ലെ. സെയിന്റ് ഫൗസ്റ്റീന വലിയൊരു സുവിശേഷ പ്രഘോഷകയാണ്. ആക്ച്വലി ആ കോൺവെന്റിൽ നിന്ന് അധികം പുറത്തിറങ്ങിയിട്ടില്ല. നമ്മുടെ കൊച്ചുറേസിയുടെ കൂട്ട് തന്നെ ഇറങ്ങിയിട്ടൊന്നുമില്ല ആള്. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയിട്ടുണ്ട് അദ്ദേഹം, ആ വ്യക്തി അല്ലെ. ഫൗസ്റ്റീനോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു: നീ ഒരു ഏതാനും മിനിറ്റുകൾ നീ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പറയാം. എന്റെ സ്പിരിച്വൽ ഡയറക്ടർ എന്നോട് ഒരിക്കൽ പറയുന്നു, ഒരിക്കൽ ഞാൻ ഭയങ്കര സിക്കായിട്ട്, ഐ കുഡ് നോട്ട് ട്രാവൽ, ഐ കുഡ് നോട്ട് ഡു എനിത്തിങ്, ഐ വാസ് കൺഫൈൻഡ് ടു ഹോം. അപ്പം എന്റെ സ്പിരിച്വൽ ഡയറക്ടർക്ക് എന്നെ നന്നായിട്ട് അറിയാം, ഒരു സായിപ്പച്ചനാണ് ഇപ്പൊ എന്റെ സ്പിരിച്വൽ ഡയറക്ടർ. അച്ഛൻ എന്നോടാണ്, സിന്ധു, ഐ നോ യു ആർ എ വെരി ആക്റ്റീവ് കണ്ടംപ്ലേറ്റീവ്. You have a contemplative aspect as well as an active aspect. Video. Sorry, Sindhu, please continue. Yeah, okay. So he told me like, you know what, Sindhu, in one moment of contemplation, when you reach the heart of our Lord, in that moment, you can embrace the whole world in His love, and you can touch many more souls than directly preaching to them. ഇത് കർത്താവ് സെയിന്റ് ഫൗസ്റ്റീനോട് പറഞ്ഞാണ്. അതായത് ഈ ലോകം മുഴുവൻ ഓടി നടന്ന് വളരെ പവർഫുൾ ആയിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന വ്യക്തികളെ പോലെയോ അതിനേക്കാൾ അധികമോ നിനക്ക് എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പം ആളുകളെ ടച്ച് ചെയ്യാൻ പറ്റുമെന്ന്. ആൻഡ് വി ഡോണ്ട് നോ ദാറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ജീസസ് യൂത്ത് ആയപ്പോൾ ആകർഷിച്ചത് ഈ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. ജീസസ് യൂത്തിന്റെ മണിക്കൂറുകളോളം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി ആരാധിക്കുന്ന ഒരു കുടുംബം. ഇന്ന് ഞാൻ ഇവിടെ ഈ കോൾ ലിസ്റ്റ് നോക്കുമ്പോൾ അവിടെ ഈശോയുണ്ട്. എന്നോട് രാവിലെ ഫെബിന പറഞ്ഞു, ചേച്ചി ആരാധന ഷെഫീൽഡിൽ നിന്ന് ഡയറക്റ്റ് വരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ കർത്താവേ നീ അങ്ങനെ ചെയ്യണേ. ഇന്ന് രാവിലെ ഞാൻ ഈ തുടങ്ങുന്നതിന് മുമ്പ് മുഴുവൻ സമയം ഈശ്വരനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. മാതാവിനെ നോക്കി. അല്ല, എന്നാലും ഞാൻ പറയുന്നത്,
ആരാധന എന്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര ഒരു കേന്ദ്ര ബിന്ദുവാണെന്ന്. ഞാൻ എല്ലാ ദിവസവും ആരാധനയ്ക്ക് പോകത്തില്ലായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, യു ഹാവ് ടു കം ആൻഡ് സിറ്റ് ദേർ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ അവിടെ വന്നിരിക്കാം. പക്ഷെ ഞാൻ അവിടെ വന്നിരിക്കുമ്പോഴും എന്റെ മൈൻഡ് അപ്പോഴും വളരെ ആക്റ്റീവ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, പലരെ കൊണ്ടുവരും, പലതും ചെയ്യുമ്പോൾ കർത്താവിനോട് ക്യാൻ യു ബി സൈലന്റ് ഇൻ മൈ പ്രസൻസ്, ഡോണ്ട് ഡു എനിത്തിങ്, ജസ്റ്റ് ലുക്ക് അറ്റ് മീ. അപ്പൊ ഞാൻ അതെങ്ങനെ കർത്താവ്, നീ മിണ്ടായിരിക്കുമ്പോ എങ്ങനെയാ ഇത് സംഭവിക്കുന്നത്? കർത്താവ്, നീ ഒന്നും ചെയ്യണ്ട, നീ ചുമ്മാ എന്നെ മിണ്ടായിരുന്നു നോക്കിയേ. ഞാൻ ഇങ്ങനെ കർത്താവിനെ നോക്കിക്കൊണ്ടിരുന്നു. ചിലപ്പോ എന്റെ മൈൻഡ് ടോട്ടലി ബ്ലാങ്ക് ആണ്. പക്ഷെ എനിക്കറിയാം കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു അവിടെ വെച്ച്, നീ ഇങ്ങനെ ഇരിക്കുമ്പം യു നോ വാട്ട് ഐ എം ഡൂയിങ്, I am healing you, I am consoling you, I am anointing you, and also I am putting into your mind everything that you need. അതങ്ങനെ കർത്താവേ, കർത്താവ് യു വിൽ നോ അബൌട്ട് ഇറ്റ്. കുറെ ഞാൻ എല്ലാ ദിവസവും കർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ ആരാധനയ്ക്ക് വരും. ചില ദിവസം ഇങ്ങനെ ഭയങ്കര പ്രാർത്ഥനയാണ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പല സ്ഥലത്തെത്തും. ഈ ബ്രീവിയറി എല്ലാം ചെയ്യുമ്പോൾ ഒരു സങ്കീർത്തനത്തിന്റെ ഒക്കെ ഒരു വരി, ഒരു വാക്കൊക്കെ കടന്നു പോകാൻ എനിക്ക് ചിലപ്പം മണിക്കൂറുകൾ എടുക്കും. അതുപോലെ ആ വരിയിൽ ഞാൻ ലോസ്റ്റ് ആയി പോകും. അതുപോലത്തെ ഒരു പ്രയറിൽ എക്സ്പീരിയൻസിൽ പോകും. പക്ഷെ ചില സമയം കണ്ടിന്യൂ ചുമ്മാ വെറും ബ്ലാങ്ക് ആണ്, വെറുതെ ഇരിക്കുമോ ഞാൻ, നത്തിങ് ഈസ് ഹാപ്പനിങ്, വെറും ബ്ലാങ്ക് ആയിട്ടിരിക്കും ഞാൻ കർത്താവിനെ നോക്കിക്കൊണ്ട്. കർത്താവിനോട് ദോസ് ആർ ദ മോസ്റ്റ് പവർഫുൾ മൊമെന്റ്സ് ഇൻ യുവർ ലൈഫ് വെൻ യു ഡോണ്ട് നോ വാട്ട് യു ആർ ഡൂയിങ്. ഞാൻ കണ്ണീരോടുകൂടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന സമയങ്ങളുണ്ട്. എനിക്ക് ഈയിടെ പല സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നിട്ടുണ്ട്, പല വിദേശ രാജ്യങ്ങളിലൊക്കെ. ഞാൻ ഒരിക്കലും പോയിട്ടില്ലാത്ത രാജ്യങ്ങളിൽ ഞാൻ പോയപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇവിടെയൊക്കെ പോകുന്നുണ്ട്, എന്താ പലരും എന്നോട് പറഞ്ഞിട്ട് പോലും ഇല്ല അവിടെ പോയി എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്യും? കർത്താവ്, നീ ഒന്നും ചെയ്യണ്ട, നീ ഇത്രയും ദിവസങ്ങൾ എന്റെ മുമ്പിലൊക്കെ മുമ്പ് ചുമ്മാ വന്നിരുന്നില്ലേ, അവിടെ ഞാൻ നിനക്ക് വേണ്ടതെല്ലാം തന്ന് നിറച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി. ഞാൻ പറഞ്ഞ കർത്താവ്, നീ ഇപ്പൊ ഒന്നും നീ ഒന്നും ചെയ്യണ്ട, നീ ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട, യു ജസ്റ്റ് ഗോ ആൻഡ് സ്റ്റാൻഡ് ബിഫോർ ദം, ഐ വിൽ ഗിവ് യു വാട്ട് ദേ നീഡ്. ഞാൻ പറഞ്ഞ അപ്പൊ കർത്താവ്, യെസ്, നിനക്ക് അവരെ കുറിച്ച് വല്ലതും അറിയാവോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നും അറിയത്തില്ല കർത്താവേ. നീ എവിടാ പോകുന്നത് നിനക്കറിയാവോ? ഒരു പിടിയില്ല കർത്താവേ. ഓക്കെ, എനിക്കറിയാം നീ എവിടാ പോകുന്നത്, നിന്നെ കൊണ്ടുപോകുന്നത് ഞാനാണ്. അവര് വിളിക്കുന്നതിന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, അത് ശരിയാ. ഓക്കെ, എനിക്കറിയാം അവർക്ക് എന്താ വേണ്ടതെന്ന്. നീ അവിടെ പോയി നിൽക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടത് കൊടുക്കും. ഓക്കെ, ഞാൻ അവിടെ പോകും. അവിടെ പോകുമ്പോഴല്ലേ എന്റെ ചങ്കിൽ ആവലാതിയാ, കർത്താവ് എനിക്കൊന്നും തോന്നണല്ലോ, നീ എന്താ എന്നോടൊന്നും പറഞ്ഞു തരാത്തെ? കർത്താവ്, നീ മിണ്ടാതെ ഇവിടെ ഇരിക്കേ. അപ്പൊ ഞാൻ അവരോടെല്ലാം പറഞ്ഞു, എനിക്ക് എല്ലാ ദിവസവും ആരാധന വേണം, കുർബാന വേണം, വേറെ ഒന്നും നിങ്ങൾ എനിക്ക് തരണ്ട, ഭക്ഷണം പോലും തരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആരാധനയുടെ മുമ്പിൽ ഇരിക്കും, വിശുദ്ധ കുർബാന വിടും. അത് കഴിയുമ്പോൾ കർത്താവിനോട് പറയും, കർത്താവെ കഴുത റെഡി, കയറിക്കോ, നമുക്ക് പോകാം എന്ന് പറയും. എന്നിട്ട് പോകും. ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ കറക്റ്റ് ഞാൻ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ കർത്താവ് എന്റെ അടുത്ത് കൂടെ സംസാരിക്കാൻ തുടങ്ങും. ഞാൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കും. ഓരോ സെഷൻ കഴിയുമ്പോഴും ഞാൻ ഓർക്കും, ഞാൻ എന്താ പറഞ്ഞെന്ന് പോലും ചിലപ്പോൾ എനിക്കൊരു പിടിയില്ല. ഞാൻ അവരോട് ചോദിക്കും. ഒരു സെഷൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം ഉറങ്ങിപ്പോയി. എനിക്ക് 1 മിനിറ്റ് നേരത്തേക്ക് ഒരു റിലേ ഇല്ലായിരുന്നു. ഞാൻ ഓർത്ത് ഭയങ്കര ടയർഡായിട്ട് ട്രാവൽ ചെയ്തിട്ട് ഇവിടുത്തെ ടൈം ഡിഫറൻസ് എല്ലാം കൊണ്ട് 1 മിനിറ്റ് നേരത്തേക്ക് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ എന്താ പറഞ്ഞതെന്ന്. അപ്പൊ ഞാൻ എന്റെ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, ബിജോയ് ഞാൻ എന്താ പറഞ്ഞതെന്ന് ബിജോയ്ക്ക് അറിയാവോ? എന്തെങ്കിലും സെൻസ്? ഞാൻ എന്തെങ്കിലും വെട്ടിത്തരം വിളിച്ചു പറഞ്ഞു. ബിജോ നോ ചേച്ചി, യു ആർ മേക്കിംഗ് പെർഫെക്റ്റ് സെൻസ്, കണ്ടിന്യൂ. ഞാൻ നിർത്തിയെടുത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങി എന്താ തുടങ്ങിയതല്ല, ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയി. ഞാൻ അതിനെക്കുറിച്ച് കുറെ ചിന്തിച്ചു. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, മോളെ ഞാൻ എന്നോട് പണ്ടേ പറഞ്ഞില്ലേ, ദിസ് ഈസ് വാട്ട്. അപ്പൊ ഇതിനുള്ള ശക്തി എനിക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഞാൻ വചനം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ റെഗുലറായിട്ട് ചെയ്തു പോകും. അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. എന്ത് സംഭവിച്ചാലും ഇതെല്ലാം ഞാൻ ചെയ്തിരിക്കും. കർത്താവാണ്, നിന്റെ ആ ഡിസിപ്ലിനിൽ നിനക്ക് ഭാവിയിലേക്ക് വേണ്ടതെല്ലാം ഞാൻ നിനക്ക് നിറച്ചു തരും. ഏറ്റവും കൂടുതൽ ആരാധന. ഇപ്പൊ ഇൻസിനുജേഴ്സ് എന്നൊരു പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് ഒരു മിസ്റ്റിക്കിലൂടെ കർത്താവ് പറയുന്നുണ്ട് വൈദികരോട് പറയുന്നതാണ്. പക്ഷെ ഐ ഫെൽറ്റ് ഇറ്റ് വെരി ആപ്ലിക്കബിൾ ടു ഓൾ ഓഫ് അസ്. കർത്താവ് പറയാണ്, നിങ്ങൾ 1 മണിക്കൂർ എന്റെ കൂടെ ആരാധനയിൽ ഇരിക്കുമ്പം യുനോ നിങ്ങൾ മണിക്കൂറുകളോളം അപ്പസ്തോല പ്രവർത്തനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നിറച്ചു തരും. ഈ ലോകത്തെ ഞാൻ അതിലൂടെ സംഭവിപ്പിക്കും. കാരണം 1 മണിക്കൂർ നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, ഐ ആം ലേബറിംഗ് ഇൻ യു, ഐ ആം ലേബറിംഗ് വിത്ത് യു, ഐ ആം ലേബറിംഗ് ത്രൂ യു. ഞാൻ നിന്നിലൂടെ, നിനക്ക് വേണ്ടി, നിന്നിലൂടെ, നിന്നിൽ ഞാൻ ലേബർ ചെയ്യുകയാണ്. സോ ഹൂ ലേബേഴ്സ് ബെസ്റ്റ്, മീ ഓർ ലോർഡ്? കർത്താവിനോട് കൂടെ അധ്വാനിക്കാത്തവൻ ചിതറിക്കുന്നു. those who do not gather with me scatters. കർത്താവിന്റെ വചനമാണത്. അപ്പൊ കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇതുപോലെ അവിടുത്തെ സെയിന്റ് ജോൺ അവന്റെ ഹൃദയത്തിൽ ചേർന്നിരുന്നെന്നൊക്കെ പറയുന്നില്ലേ. ഇന്ന് നമ്മൾക്ക് തന്നിരിക്കുന്ന 2 കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയും വചനം. ഇതിലൂടെ നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുമ്പം നമ്മളിലൂടെ സംഭവിക്കുന്ന എന്താണെന്ന് നമുക്ക് പോലും അറിയത്തില്ല. ഇതൊക്കെ സ്വർഗത്തിൽ ചെന്നാലേ അറിയത്തുള്ളൂ. ചുമ്മാതാണോ ഈ മിണ്ടാമണത്തിലൊക്കെ ഇരിക്കുന്ന ഈ അമ്മമാര്? അവര് ലോകത്ത് ചെയ്തത്ര ഇവാഞ്ചലൈസേഷൻ ഈ ലോകത്ത് ആരെങ്കിലും ചെയ്ത് കാണും? അതുകൊണ്ടല്ലേ ഇന്ന് സഭയിലെ 2 ഇവാഞ്ചലൈസേഴ്സിനും 2 പേട്രൺസിനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്.
ആരൊക്കെയാ ഇവാഞ്ചലൈസേഷന്റെ പേട്രൻസ്? സെയിന്റ് ഫ്രാൻസിസ് സേവ്യറും കൊച്ചറേസ്യ പുണ്യാളത്തെയും. സെയിന്റ് ഫ്രാൻസിസ് സേവ്യർ ആണെങ്കിൽ ലോകത്തിന്റെ അതിർത്തികൾ വരെയും പോയി, ഇല്ലേ? പുള്ളി പകൽ മുഴുവൻ പ്രസംഗിച്ചെങ്കിലും രാത്രി മുഴുവൻ ഇങ്ങനെ കൈയും പൊക്കി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പകല് മുഴുവൻ ആളുകളെ ബാപ്റ്റൈസ് ചെയ്ത് പുള്ളിയുടെ കൈ കഴക്കുമായിരുന്നു. ഞാൻ ഹെയ്റ്റി പോയിട്ട് ഒരു അച്ഛനെ കണ്ടു, ഫാദർ ഐസയ. ഒരു ദിവസം 60-70 ബാപ്റ്റിസം പുള്ളി ചെയ്ത് കഴിയുമ്പോൾ പുള്ളിയുടെ കൂടെ പോകുന്ന ഞങ്ങൾ ടയർഡായി പോകും ഇത് കാണുമ്പോൾ. അപ്പം എനിക്ക് മനസ്സിലായി, എന്റെ ദൈവമേ, 10,000 പേരെ ബാപ്റ്റൈസ് ചെയ്ത് നമ്മുടെ ഫ്രാൻസിസ് സേവ്യർ എങ്ങനെ ടയർഡ് ആയിരിക്കും എന്ന് ഞാൻ ഓർത്തിട്ട്. പുള്ളിയുടെ കൈ ടയർഡ് ആയതുകൊണ്ട് ഇത് എന്തോ ഇവർ പറയുന്നത്, ഇതിന് വല്ല അർത്ഥമുണ്ടോ? പക്ഷെ അതിലൊക്കെ അർത്ഥമുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ രാത്രി പോയിട്ട് ഒരു പെഗും അടിച്ചിട്ട് കിടന്ന് ഉറങ്ങുമല്ല ചെയ്തുകൊണ്ടിരുന്നത്. രാത്രി മുഴുവൻ കൈയും പൊക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഈയിടെ ഒരു സെയിന്റിനെ കുറിച്ച് എഴുതി, എന്താണ് സിഗ്മരിഗൻ ഉള്ള സെയിന്റ്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഒത്തിരി പ്രസംഗിച്ചു, അവസാനം പ്രൊട്ടസ്റ്റന്റുകാർ പുള്ളിയെ വെട്ടിക്കൊല്ലുമായിരുന്നു സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ട്. അദ്ദേഹത്തിന്റെ കുറിച്ച് പറയുന്ന ആളുകൾ, അദ്ദേഹം പ്രസംഗിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളെ രാത്രി പ്രാർത്ഥനയുടെ പേരൻസിലൂടെ നേടിയെന്നാ പറയുന്നത്. സോ ഒരു കാര്യം നമുക്ക് എപ്പോഴും മനസ്സിലാക്കണം, വി ഹാവ് ടു ഗോ ബാക്ക് ടു അവർ ബേസിക് കാരിസം, പ്രയർ. നമുക്ക് കർത്താവ് ഏറ്റവും വലിയ കാരിസമാണ് പ്രാർത്ഥന. അത് പലപ്പോഴും പ്രകടനമായി പോകാറുണ്ട് നമ്മുടെ, അല്ലെങ്കിൽ 10 പേര് കൂടുമ്പോൾ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാറുള്ളൂ. ദാറ്റ് ഈസ് റോങ്. നമ്മുടെ ആദ്യത്തെ കാര്യം, ആ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രമേ ഇവാഞ്ചലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആത്മാവ് കൺവേർട്ട് ആയി പോകും. ഒരിക്കലും എനിക്കിഷ്ടമുള്ള ഒരു ഇവാഞ്ചലൈസർ ഉണ്ട് ഇവിടെ, പുള്ളിക്കാരി ഒരു ദിവസം പറയാനും, യുനോ, ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ഗാഡ്സ് ലവ്, you get onto a stage and say refrigerator, people will get converted. റെഫ്രിജറേറ്ററോ? അങ്ങനെ ഒരു വാക്ക് നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പറയത്തില്ലല്ലേ, റെഫ്രിജറേറ്റർ എന്ന്. പുള്ളി പറയാം, ഇതുപോലൊരു യൂസ്ലെസ് വേർഡ് നീ പറഞ്ഞാൽ പോലും ആളുകൾ കൺവേർട്ട് ആവും. അതിന്റെ അർത്ഥം എന്നാ? നിന്റെ വാക്കിലല്ല, നിന്റെ അകത്തുനിന്നൊരു ഫോഴ്സ് ഉണ്ട്. അതിലാണ് സുവിശേഷത്തിന്റെ ശക്തി ഇരിക്കുന്നത്. നീ സുവിശേഷമാണോ, ആ ശക്തി നിന്നിങ്ങനെ അങ്ങ് പ്രസരിക്കുന്നുണ്ട്. അതല്ലേ മോശ ദൈവത്തെ കണ്ടു വന്നപ്പം വിട്ടിയൊന്നുമില്ല, പക്ഷെ മോശയുടെ മുഖത്തുനിന്ന് വരുന്ന പ്രകാശം കൊണ്ട് എന്നാ പറ്റി? അവർക്ക് നോക്കാൻ പറ്റിയില്ലെന്നാ പറയണേ മോശന്. ഇതുപോലത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്കുണ്ടാവണം. അത് ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഇതാ പറയുന്നത്, ലോകത്തിന്റെ ഒരു ജ്ഞാനം കൊണ്ടല്ല നമ്മൾ സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് വാട്ട് ദ ലോർഡ് ഈസ് കോളിംഗ് us to. സോ എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ പ്രൊഫഷനിലൂടെ എങ്ങനെ ഇവാഞ്ചലൈസ് ചെയ്യാന്നുള്ള ഞാൻ ഡയറക്ട്ലി പറഞ്ഞില്ല. പക്ഷെ ഐ തിങ്ക് ഇപ്പൊ പലപ്പോഴും കമ്പ്യൂട്ടറിൽ നോക്കി എങ്ങനെ ഇവാഞ്ചലൈസ് ചെയ്യാം, ഇയാളെ എങ്ങനെ ഇവാഞ്ചലൈസ് ചെയ്യാം, ഹൗ ടു ഇതെല്ലാം ഉണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു സംഭവമുണ്ട്. നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും വേണ്ട കാര്യങ്ങളിൽ ദൈവം പറഞ്ഞു തരും. നീ പോകുമ്പോൾ നീ ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഇത് പ്രോഫിറ്റ്സിന് മാത്രമുള്ളതല്ല, നമ്മളെല്ലാവരും പ്രീസ്, പ്രോഫിറ്റ്സ് ആൻഡ് കിങ്സ് ആണ് നമ്മുടെ ബാപ്റ്റിസം വഴി. നമുക്കും കൂടെ ഉള്ളൊരു വിളിയാണിത്. നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ കർത്താവ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും. ഞാൻ പറഞ്ഞില്ലേ, ഒരു കഴുതയുടെ പോലെ നമ്മൾ നടന്നാൽ മതി കൂടെ. പക്ഷെ നമ്മളെ കർത്താവ് കഴുതയെന്നല്ല വിളിക്കുന്നത്, സ്നേഹിത എന്നാ വിളിക്കുന്നത്, അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ ക്രിസ്തുവിനെ ധരിക്കുന്നവരായി നമ്മൾ മാറാതെ വി കനോട്ട് റീച്ച് ഗോസ്പൽ. ഇങ്ങനെ ഈ സ്നേഹത്തിൽ നിന്ന് അറിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒരാളുടെ അടുത്ത് നിൽക്കുമ്പം അയാൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കിട്ടും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും, പ്രൊഫഷൻ പറഞ്ഞുകൊണ്ട്. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുമല്ലോ. ഇന്നലെ ഞങ്ങൾക്കൂടെ ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ ഒരു കോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു റെസിഡന്റ് കൊച്ച് എന്നോട് പറയാം, അവള് ഇങ്ങനെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താണ്. ഇപ്പൊ ഇഷ്ടംപോലെ പേഷ്യൻസ് ഉണ്ട്, ഇഷ്ടംപോലെ കോൾ വരും. ഒരു ദിവസം 3 മണിക്ക്, ഇന്നലെ ഞാൻ രാത്രി അവളെ ഡ്യൂട്ടിയിലായിരുന്നു, അപ്പൊ അവർക്ക് ഒരു കോൾ വന്നു. 3 മണിക്ക് ഒരു അമ്മച്ചി വിളിക്കുക. അവള് പോയി അമ്മച്ചിയുടെ അടുത്ത് നിന്ന്. അപ്പം മായ അവള് പറയാ, അമ്മച്ചിയോട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു, ബ്രീതിങ് പ്രോബ്ലം ഉണ്ടോ എന്നാന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഇല്ല. ലോൺലിനെസ്. ലോൺലിനെസ്സോ? യാ, എന്നെ ഇന്ന് രാവിലെ ആരാണ്ട് ഒരാൾ കുറെ നാളുകൾക്ക് ശേഷം കാണുന്നത്, അത് ഞാൻ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. I just need to see a human being. I just need to talk to a human being. Can you spend some time with me? ഇവള് പറഞ്ഞു, എന്റെ അമ്മ 3 മണി വെളുപ്പിനാണോ അമ്മച്ചി ഇത് എഴുന്നേറ്റ് ചോദിക്കുന്നത്? പക്ഷെ അവള് പറഞ്ഞു, അവൾക്ക് മനസ്സിലായി ആ സ്ത്രീയുടെ ഒരു ഇത്. അവള് പറഞ്ഞു, ഉറക്കം വരുന്നുണ്ട്, ഒരു ദിവസം മുഴുവൻ ക്ഷീണമുണ്ട്, ജോലിയുടെ എല്ലാം ഉണ്ട്, എന്നാലും അവളും ആ നേഴ്സും കൂടെ, അവളൊരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചിയും കൂടെ അവിടെ നിന്ന് അവരോട് കുറെ നേരം കാര്യം പറഞ്ഞ് ഇച്ചിരി നേരം ഇതൊക്കെ ചെയ്ത് പ്രാച്ചിട്ട് തിരിച്ചു പോയെന്ന്. അവൾ എന്നോട് പറയാ, എന്റെ ചേച്ചി, the most killing thing is loneliness. The people who have here, they just want somebody to talk to them, somebody to pray with them, or just ഒരു പേഴ്സണെ കണ്ടാൽ മതി അവർക്ക്. somebody with skin അവർക്ക് കാണണം. that is the dying need. അപ്പം ഇവള് പറയാ, ഇങ്ങനെ ദൈവത്തിൽ നിറഞ്ഞ ആളുകൾ പോയി നിൽക്കുമ്പോഴുണ്ടല്ലോ,
പീപ്പിൾ വിൽ ഗെറ്റ് ഇവാഞ്ചലൈസ്. അതിൽ വേറൊരു കൊച്ചു, ഒരു റെസിഡന്റ്, ന്യൂയോർക്കിലുള്ള റെസിഡന്റ്, അവള് പറയായിരുന്നു അവർക്ക് സ്പാനിഷ് ഒട്ടും അറിയത്തില്ല. ഒത്തിരി സ്പാനിഷ് ഫ്രണ്ട്സ് ഈ പേഷ്യൻസ് ഉണ്ട്. അപ്പൊ ഒരു കോവിഡ് പിടിച്ച ഒരു 30 വയസ്സുള്ള ഒരു പയ്യന്റെ അടുത്ത് നിന്നപ്പം ആ പയ്യനങ്ങൾ ഡെസ്പെററ്റ്ലി ട്രൈങ് ടു ബ്രീത്ത്. അപ്പൊ ഇവള് അവനോട് പറഞ്ഞു മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ. ഇവർക്ക് ആകെ ഹേൽ മേരി മാത്രം സ്പാനിഷിൽ അറിയാം. ഇവളത് പറഞ്ഞു. അവനും പറയാൻ ശ്രമിച്ചു. അവള് പറയാം ഐ സോ മിറക്കുലസ് റിക്കവറി ഇൻ ഹിം, കാരണം അവന്റെ ബ്രീതിങ് ഇച്ചിരി കൂടി ബെറ്റർ ആയെന്നൊക്കെ അവൾ എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യായിരുന്നു. സി അവൾ എന്താ പ്രീച്ച് ചെയ്തത് അവിടെ പോയി? Didn't preach at all, but the presence and that compassion in her heart for that soul and the desire for that soul, അതാണ് അവിടെ വർക്ക് ചെയ്തത്. അവര് പറയുന്ന കാര്യങ്ങളല്ല. So this is the only thing I want to tell you during this thing, like ഇതുപോലെ ഒരു ആഗ്രഹം, ആ കർത്താവിനെ to know God, to love God, then only we can serve him. ആ കർത്താവിനെ അറിയുക. ഓരോ ദിവസവും കർത്താവ് ആരാണ്, എൻ്റെ അപ്പനാണെന്നുള്ള അറിവിൽ വളർന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ആ ഒരു സ്നേഹത്തിൽ വളർന്നു കഴിയുമ്പം നമ്മുടെ ശുശ്രൂഷകൾ താനെ വളരും. The Lord will tell us what to do, when to do, how to do. Amen. Okay. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. ഒത്തിരി നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ചേച്ചിയുടെ. ചേച്ചി ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കുറച്ചു പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ അവരുടെ ബിഹാവിൽ നിന്ന് ചോദിക്കുകയാണ്. ചേച്ചി, നമ്മുടെ സ്പിരിച്വൽ ലൈഫിലുള്ള ആ ഒരു ഡിസിപ്ലിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എങ്ങനെ നമുക്ക് എല്ലാ ദിവസവും സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പോ അതിനെപ്പറ്റി ഒരു ആൻസർ കിട്ടുമായിരുന്നെങ്കിൽ. ഞാനതാ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നേരം. കാരണം ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനിലേക്ക് നടക്കാല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു ക്രിയേറ്റീവ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും അപ്പടി ബിസി ആയ മനുഷ്യരാണ്. ഹൗ ക്യാൻ ബി ക്രിയേറ്റ് എ ഡിസിപ്ലിൻ? അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് കൂതാശകൾ, ദൈവമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും ഒരു കൂതാശകളാണ്. ദൈവമായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയം വേണം. ഞാൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന. ദാറ്റ് ഈസ് റിയലി എ കമ്മിറ്റഡ് ഡെഡിക്കേറ്റഡ് ടൈം where I sit down. നിങ്ങൾ ജോലി ചെയ്യുന്നല്ല നിങ്ങൾ പ്രാർത്ഥന ആക്കിക്കോ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, സർജറി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഇതെല്ലാം ചെയ്യാം നമുക്ക്. ഓൾ ദാറ്റ് ഈസ് ദേർ. പക്ഷെ നമ്മൾ വെറുതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നത് മാത്രമല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനോട് ചോദിക്കണം, നീ ആരാണ് ദൈവമേ, നീ എന്റെ ആരാണ്? ഇങ്ങനത്തെ ഒരു ഞാൻ കൂടുതൽ ഫിലോസോഫിക്കൽ ആവുമല്ല ഞാൻ പറഞ്ഞത്. വി നീഡ് ടു റിയലി ടോക്ക് ടു ഹിം. ഒരു കൊച്ച് അവന്റെ അപ്പനോട് സംസാരിക്കുന്നത് പോലെ ഞാൻ സമയം കണ്ടെത്തണം. ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങളോട്. എന്റെ ഹസ്ബൻഡ് ഒരിക്കൽ ഇങ്ങനെ ഇന്ത്യയിൽ എവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളിക്ക് ജെറ്റ്ലാഗ് വന്നിട്ട് കിടക്കും. അപ്പൊ ഞാൻ കുറച്ചു നേരം നോക്കി എന്റെ മോനെ കാണാനില്ല. അവനോട് പോയി ഞാൻ തപ്പി വന്നപ്പം അവനുണ്ടല്ലോ അവന്റെ അപ്പൻ കിടന്നുറങ്ങുന്ന മുറി കയറി നിന്നിട്ട് അപ്പന്റെ മേത്ത് ഇങ്ങനെ കാർ ഓടിച്ച് കളിക്കുക. ഞാൻ ഇങ്ങനെ അവനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ തോമാ നിനക്ക് കളിക്കാൻ പോണ്ടടാ, ഐ എം പ്ലേയിങ് ഹിയർ. അവൻ ഡാഡീസ് ബോയാ. എപ്പോഴും അപ്പന് വേണോ, അവന് എപ്പോഴും എല്ലാ അപ്പന്റെ കൂടെ ചെയ്യത്തുള്ളൂ. അപ്പൻ ഇങ്ങനെ ചുമ്മാ ഫോൺ വിളിച്ചുകൊണ്ട് നടക്കണം. അവന്റെ അപ്പന്റെ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. അവൻ എപ്പോഴും അവന്റെ അപ്പന്റെ കൂടെ കാണപ്പെടുന്നതാണ് അവന്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പന്റെ വയറ്റത്ത് കയറിയിരിക്കുക, അപ്പന്റെ ചങ്കി കിടക്കുക, ഇതൊക്കെ അവന്റെ. ഇവനെ കാണുമ്പോൾ ഞാൻ ഓർക്കും, ദൈവം ഇതുപോലൊരു റിലേഷൻഷിപ്പ് എനിക്ക് ദൈവത്തോടുണ്ടോ? അവനൊന്നും ചെയ്യാനല്ല, അവന് വേണേൽ കളിക്കാൻ പുറത്തു പോയി, പക്ഷെ അവന്റെ അപ്പന്റെ അടുത്ത് ഇരുന്ന് കാർ ഓടിച്ച് കളിക്കുക, അവൻ അപ്പനെ കണ്ടുകൊണ്ടിരിക്കുക. ദൈവം ഇതുപോലെ ഒരു ഹാർഡ് റിലേഷൻഷിപ്പ് എനിക്ക് എന്ന് എന്റെ അപ്പനായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിനോട് ഒരു ആഗ്രഹം വേണം. നമുക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ദൈവമായിട്ട് പേഴ്സണലി തോന്നുന്നില്ലെങ്കിൽ we really need to desire for that. അപ്പൊ ദൈവം തരും. അതിന് നമ്മൾ ക്വാളിറ്റി ടൈം കൊടുക്കണം. നമ്മൾ കുത്തിയിരിക്കണം, ദൈവത്തിന്റെ കൂടെ കുത്തിയിരിക്കണം. ദൈവത്തിന്റെ കൂടെ കുത്തിയിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്നാണെന്നറിയുമോ? നിങ്ങളുടെ റൂമിന്റെ ക്വയറ്റ്നെസ്സിൽ. അതില്ലെങ്കിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഏതെങ്കിലും ഒരു സ്ഥലം, അല്ലെങ്കിൽ ചുമ്മാ നേച്ചറിൽ എവിടെ ഇരുന്നാലും ദൈവം നമ്മുടെ അടുത്ത് വരും. ആ ദൈവത്തിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ എന്നെ തേടുമ്പോൾ ഞാൻ നിന്റെ അടുത്ത് വരും എന്നുള്ളത് വാഗ്ദാനമാണ്. കാരണം സെയിന്റ് ജോൺ ഓഫ് ദ ക്രോസ് കൊടുത്തിട്ടുണ്ട്, when the beloved seeks me, I am the one who seeks her in a more passionate way. ഞാൻ കർത്താവിനെ സ്നേഹിക്കുകയും ഡിസയർ ചെയ്യുന്നതിനേക്കാൾ അധികം ദൈവം എന്നെ ഡിസയർ ചെയ്യുന്നുണ്ട്. സോ ദിസ് കൺസിസ്റ്റൻസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എ പ്ലേസ്, എ ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവമായിട്ടുള്ള അതിന് യു ക്യാൻ പ്രേ ഇൻ എനി വേ യു വാണ്ട്. സങ്കീർത്തനങ്ങളെടുത്ത് വായിച്ച് പ്രാർത്ഥിക്കാം. ഞാനിപ്പോഴും ബ്രീവിയറി വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഓരോ യാമ പ്രാർത്ഥനകൾ വെച്ച് പ്രാർത്ഥിക്കും. അപ്പൊ സഭയുടെ കൂടെ ഞാൻ ഇങ്ങനെ ആ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഐ വിൽ ബി taken away to some word or something somewhere. വചനം വെച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു വചനം വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും പവർഫുൾ ആയ ഒരു പ്രയർ. പിന്നെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് ചെയ്യാമെങ്കിലുണ്ടല്ലോ, ഇങ്ങനെ ഒരു ഡിസിപ്ലിന് നിങ്ങൾ സമയം കണ്ടെത്തണം എവിടെയെങ്കിലും. ഇറ്റ്സ് വെരി ഹാർഡ്. വിശുദ്ധ കുർബാനയ്ക്ക് അവിടെ വരെ ഓടിപ്പോണം, 20 മിനിറ്റ് ഓടിച്ച് 1 മണിക്കൂർ 20 മിനിറ്റ് വരണം. പക്ഷേ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചിലപ്പം 20 മിനിറ്റ് പോകണമെന്ന് ഇരിക്കുമ്പോൾ ഫോൺ എടുത്ത് ഒരു മെസ്സേജ് നോക്കി കഴിയുമ്പോഴേക്കും 20 മിനിറ്റ് കഴിഞ്ഞു പോയി.
അതൊന്നും അറിയുന്ന പോലും ഇല്ല ആ സമയമൊന്നും. പക്ഷെ കർത്താവിന് കൊടുക്കുന്ന സമയമല്ല, നമ്മൾ അളന്നാ കൊടുക്കുന്നത്. ഇപ്പോഴും നമ്മൾ അളന്നാ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇത് എവിടെയാണ് ഞാൻ കർത്താവിന് ഒരു കണക്കില്ലാതെയാണോ സമയം കൊടുക്കുന്നത്, ഞാനൊരു കണക്ക് വെക്കാതെയാണോ സമയം കൊടുക്കുന്നത്. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഡിസിപ്ലിൻ നീഡ് ടു ബി there in our life, following the 6 pillars. That has to be there. അതില്ലാതെ നമുക്ക് ഒന്നും അച്ചീവ് പറ്റില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ആളുകളുടെ കൂടെ, കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടുമായി പോകും. നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് ജീസൂത്ത് നിങ്ങളുടെ UK ടീം ഒരുമിച്ചായിട്ടൊന്നും അല്ല പോകാൻ പോണത്, അല്ലെങ്കിൽ ജീസൂത്ത് ഇന്റർനാഷണൽ ആയിട്ടും അല്ല പോകാൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ സിന്ധുവായിട്ടായിരിക്കും പോകുന്നത്. അപ്പം ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് കർത്താവ് പറയുമോ? സോ അത് നമ്മൾ ചിന്തിച്ച് അതിനു വേണ്ടി ഒരു ആഗ്രഹിച്ച് നമുക്ക് പറ്റുന്നില്ല നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ മതി. കർത്താവ് മൈ ഡിസയർ ആൻഡ് ദീസ് ആർ മൈ സ്ട്രഗിൾസ്, പ്ലീസ് ഹെൽപ്പ് മീ. ഞാൻ മാതാവിന്റെ ഹൃദയത്തിലോട്ട് കൊടുക്കും. മാതാവ് വന്ന് നമ്മുടെ കൂടെ എല്ലാ കാര്യം ചെയ്തു തരും. ഷീ വിൽ ഡു ഇറ്റ്, ഷീ വിൽ ഡു ഇറ്റ്. ഞാൻ ഈ 30 ഡേ റിട്രീറ്റിന് പോയെന്ന് പറഞ്ഞില്ലേ, അപ്പം സൈലന്റ് റിട്രീറ്റിന് ഞാൻ ഇസ്രായേലിൽ പോവാ എന്റെ സ്പിരിച്വൽ ഡയറക്ടറിന്റെ കൂടെ. ഞാൻ ഓർത്തത് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം എങ്ങനെ നടക്കും, ഞാൻ എല്ലാം കുറെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, പിള്ളേരെല്ലാം തന്നെ കാര്യങ്ങൾ ഞാൻ അറിയുന്നവരാണ്, ചേട്ടായി ഫുൾ ടൈം ഉണ്ട്. എന്നാലും എനിക്കൊരു വിഷമം. ഞാനിങ്ങനെ എയർപോർട്ടിൽ നിന്നപ്പം എന്റെ ഗ്ലാൻസ്, മൈ ആങ്ഷ്യസ് ഗ്ലാൻസ് ഫെൽ ഓൺ മൈ ഹോം. ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുക, ഒരു ഗ്രേ ഉടുപ്പൊക്കെ ഇട്ട്, ഒരു ഏപ്രണൊക്കെ കെട്ടി. മാതാവ് എന്നോട് പറയാ, എന്റെ മോളെ, യു ഗോ ഇൻ പീസ്, ഐ ഗോട്ട് യുവർ ഹൗസ് ഹോൾഡ്. ഞാൻ പറഞ്ഞു താങ്ക് യു, ഞാൻ എന്റെ വാട്ടിന് പോയി, ഇവിടെ ഒന്നും സംഭവിച്ചില്ല. എന്നുവെച്ചാൽ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോയി. സോ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യവും, ഞാൻ ഇന്ന് എന്ത് കുക്ക് ചെയ്യണം, ഞാൻ എന്നാ ചെയ്യണ്ടേ, ഇതെല്ലാം മാതാവിനോട് ചോദിച്ച് മാതാവിന്റെ കൂടെ ചെയ്താലുണ്ടല്ലോ, ഇറ്റ് ബിക്കം സോ ഹാപ്പിലി, സോ എഫിഷ്യന്റ്ലി ഡൺ. അതാണ് മാതാവിന്റെ വിമല ഹൃദയത്തിലൂടെ ചെയ്യാന്ന് പറഞ്ഞത്. അത് നമ്മളങ്ങ് വിട്ടുകൊടുക്കണം, അപ്പൊ മാതാവ് ചെയ്യും. സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് എ ഡിസിപ്ലിൻ ദാറ്റ് വി ഗെറ്റ് ഇൻ അവർ ലൈഫ് ടു വാക്ക് വിത്ത് ദ ഹെവൻസ്. കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോയി കാണുന്ന കാര്യമൊന്നുമല്ല. അവരെല്ലാം ഇവിടെ ഉണ്ട്, അവരെല്ലാം നമ്മുടെ കാര്യങ്ങളിൽ വ്യാപൃതരാണ്, നമ്മളെ സഹായിക്കും. നമ്മുടെ ഗാർഡിയൻ ഏഞ്ചൽ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനോട് സംസാരിച്ചിട്ട് എത്ര നാളായി? അങ്ങനെ ഒരു പാർട്ടി ഉണ്ടെന്ന് അറിയാവോ? പുള്ളി ഇങ്ങനെ തൊഴിലില്ലായ്മ വേതനം വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുക ചുമ്മാ. സോ ഇങ്ങനെയുള്ള ഈ വ്യക്തികളുടെ കൂടെ ജീവിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡിസിപ്ലിൻ. ആൻഡ് വെൻ വി ലീവ് വിത്ത് ദം, വി ബിക്കം സോ വെരി പവർഫുൾ. ചേച്ചി, അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത്, ചേച്ചി ഇപ്പൊ ഒരു വൈഫാണ്, ഒരു അമ്മയാണ് 5 കുട്ടികളുടെ. അതോടൊപ്പം തന്നെ ചേച്ചിക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ചേച്ചി ഒരു ഫുൾ ടൈം മിഷണറിയാണ്. അപ്പൊ ഇതെല്ലാം ചേച്ചി എങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു? ഇപ്പം വീട്ടിലെ കാര്യവും മിനിസ്ട്രിയും മിഷണറി വർക്കും എല്ലാം. ഞാൻ കുറച്ച് പറഞ്ഞു എങ്ങനെ ചെയ്യുന്നത്. മാതാവിന്റെ കൂടെ ചെയ്യും. മാതാവും എന്റെ ഗാർഡിയൻ ഏഞ്ചലും സെയിൻസും എല്ലാം എനിക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു തരും. കുറെ കാര്യങ്ങളല്ല, എല്ലാം അവരുടെ കൂടെ ചെയ്യാൻ ശ്രമിക്കും ഞാൻ. പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ ബോധപൂർവ്വം ചെയ്തിട്ടുള്ളത്, there is a division of work at home. ചേട്ടായും പിള്ളേരെ കുഞ്ഞിലെ തന്നെ ഹോം സ്കൂൾ ചെയ്തുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയാം. അവരെല്ലാം ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ വീട് ക്ലീൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാം. പക്ഷെ ഇവന്മാരെ കയ്യിൽ ഒരു സ്ക്രബ്ബർ കൊടുത്തേടാ, ഇതാണ് ക്ലീനർ, ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കണമെങ്കിൽ 2 മണിക്കൂർ എടുക്കും. പക്ഷെ എനിക്ക് 10 മിനിറ്റ് കൊണ്ടായി ചെയ്ത് തീർക്കാം. പക്ഷെ ഒരു ദിവസം ഞാൻ 1 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്താലും ഇവരുടെ കൂടെ, പിന്നെ ജീവിതകാലം മുഴുവൻ അവർ തന്നെ ചെയ്തോളും. എക്സ്ക്യൂസ് മീ. ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം. ഞങ്ങളുടെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യും, പിള്ളേർ എന്നെ കുക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ക്ലീനിങ് മുഴുവൻ ഇവർ തന്നെ ചെയ്തോളും. പാത്രം എല്ലാവരും കഴുകി എടുത്ത് വെച്ചോളും. തറ മുഴുവൻ തുടയ്ക്കുന്ന എന്റെ മോനാണ്. ഞങ്ങൾക്ക് 5 പിള്ളേരുണ്ട്, അതുകൊണ്ട് 5 പേരും പണി ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ ഹാൻഡ്സ് ഉണ്ട് വീട്ടില്. 5 പിള്ളേരെന്ന് പറയുമ്പോൾ എനിക്ക് 5 മൗത്ത് മാത്രമല്ല ഫീഡ് ചെയ്യാനുള്ളത്. ഐ ഹാവ് 10 ഹാൻഡ്സ് ടു ഹെൽപ്പ് മീ ഇൻ എവറിത്തിങ്. പിന്നെ ചേട്ടായി ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യും, ഓക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം, സോ വാട്ട് ഈസ് ദ പ്രയോറിറ്റി ഫോർ ദിസ് വീക്ക്. ഇഷ്ടംപോലെ ഡയലോഗിങ് ഉണ്ട് ഞങ്ങളുടെ വീട്ടില്. ഇതുപോലെ ഇതൊക്കെ ഞങ്ങൾ പെട്ടെന്ന് ചിന്തിച്ച് കാര്യങ്ങൾ, കാരണം എല്ലാവരും ട്രെയിൻഡ് ആവേണ്ട കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ വചനത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, ഫ്യൂച്ചർ, അത് ഇത് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. സോ ഇങ്ങനത്തെ കുറെ ഡിസ്കഷൻസ് വീട്ടിലുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ ഇഷ്ടംപോലെ നടക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഈ വീട് നന്നായിട്ട് നടന്നു പോയിക്കോളും, ഒരു പ്രശ്നമില്ല. സോ only thing I did, me and my husband did was like, we did a kind of a training and a dialogue with our kids. So വീട്ടിലെ കാര്യമുള്ള അതുപോലെ നടന്നു പോകും. പിന്നെ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, that is like when we are in the Lord, there is another thing that the Lord gives us, that he becomes our spouse. കർത്താവ് എന്റെ സ്പൗസ് ആയാൽ മാത്രമേ ഉള്ളൂ. ഈവൻ എന്റെ എല്ലാ ഒരു നീഡ്സ് ഒന്നും സുനിച്ചേട്ടനിലൂടെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കേണ്ട കാര്യമില്ല. സുനിച്ചേട്ടനും അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്, ഞാൻ ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ when God becomes our spouse, he fulfills our hearts like a divine spouse. ആ ഒരു ഫുൾഫിൽമെന്റ് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, then we become 3 people ആണ് വീട്ടിലുണ്ടാവുന്നത്.
ആ ഒരു സാധനത്തിൽ വരുമ്പോ ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പോലും അവർ ഹാർട്ട്സ് വെരി വെരി ക്ലോസ് ടുഗെദർ. പലപ്പോഴും ഞങ്ങളുടെ പ്രയറും ഞങ്ങളുടെ ചിന്തകളും പോലും ഒരുപോലെ, ദൈവം ഒരേ കാര്യം തരും. കാരണം ദൈവത്തിന്റെ പ്രോമിസ് ആണ്. വെൻ വി ഇൻവോൾവ് ഇൻ ഹിസ് വർക്ക്, ഹി ബിക്കംസ് വെരി മച്ച് ഇൻവോൾവ് ഇൻ അവർ വർക്ക്. ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്യും. ഇപ്പൊ ഈ ദിവസങ്ങളൊക്കെ ചേട്ടാ ഞങ്ങൾ രണ്ടുപേരും ജോലി കിട്ടും. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കും, എന്തായാലും ഞാൻ ഈ ഫുഡിലങ്ങ് പറയാം. രണ്ടുപേരും ജോലിയോട്ട് പറയാം, നിങ്ങൾ എന്ത് ചെയ്യും? മൂമെന്റ് ഒരു ചെറിയ സാലറി തരുന്നുണ്ട്, അതിപ്പോ ഇവിടുത്തെ ഏറ്റവും ഒരു ടീച്ചറിന്റെ പോലും സാലറി ഇല്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പൊ ചേട്ടാ ഇത് 5 ജോലി ചെയ്ത പോലെ എന്റെ 3 times സാലറി ഉണ്ടായിരുന്നു, 3 or 4 times ഉണ്ടായിരുന്നു, ചിലപ്പോ 5 times ആയി കാണും ഇപ്പം. വാട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷെ വി ട്രൈ ടു കട്ട് ഡൗൺ അവർ ലൈഫ് എക്സ്പെൻസസ് ആൻഡ് എവറിത്തിങ്. ചോറുകളിൽ നിന്ന് സാധനം മേടിക്കുക, വളരെ ലോ ലെവലിൽ ജീവിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളിൽ വന്നിട്ട് ഞങ്ങളുടെ എക്സ്പെൻസ് വളരെ കുറവായിരുന്നു. പിന്നെ പിള്ളേരെ ഹോം സ്കൂൾ ചെയ്യുന്നു, പിന്നെ പിള്ളേരെ ആ ഒരു ലെവലിലോട്ട് കൊണ്ടുവന്നു, വിത്ത് ഡയലോഗിങ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. പിന്നെ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ദൈവം തരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞങ്ങളുടെ കൊച്ച് കോളേജിൽ പോയി, വർഷം അവള് ഫുൾ സ്കോളർഷിപ്പിലാണ് പോയത്, അവർക്ക് ഫുഡും അക്കോമഡേഷനും വരെ ഫ്രീ ആയിരുന്നു. അതൊക്കെ എങ്ങനെ കിട്ടി ചോദിക്കരുത്, കിട്ടിപ്പോയി, അത്ര ദൈവം കൊടുത്തു എല്ലാം. സോ ദെൻ അത് കഴിഞ്ഞ് അവള് പറഞ്ഞു, അമ്മ എനിക്കൊരു വിശുദ്ധ കുർബാന വെച്ചൊരു ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ പോയി താമസിച്ചാൽ കൊള്ളുന്നു. പക്ഷെ അവിടെ $2000 എക്സ്ട്രാ ആയിരിക്കും ഒരു വർഷം. പക്ഷെ അപ്പം അത് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും, അത് കോളേജ് കവർ ചെയ്യത്തില്ല, അവളുടെ ഗ്രാൻഡ് കവർ ചെയ്യത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ദൈവം തരും, അവള് ഈശോയുടെ അടുത്ത് പോകാനല്ലേ പോകുന്നത്. ഈ കോവിഡ് എല്ലാം വന്നു കഴിഞ്ഞപ്പോ അവളുടെ കുറെ 2 മാസത്തോളം അവൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോ അവളുടെ കുറച്ച് ഫീസ് തിരിച്ചു കിട്ടി, അത് $2000 ഉണ്ടായിരുന്നു. സോ ലൈക്ക് ദാറ്റ്. പിന്നെ ഈ വർഷം ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ റിപ്പയർ വന്നു, ഞങ്ങളുടെ സെപ്റ്റ് ടാങ്ക് ഫുൾ മാറ്റണമായിരുന്നു. എന്ത് ചെയ്യും, $10000 ചെലവുണ്ട്, ഇത് എങ്ങനെ കർത്താവ് നടക്കുന്നതിനൊക്കെ ചിന്തിച്ചപ്പം കോവിഡ് വന്നിട്ട് എന്താണ് ഞങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങൾക്കെല്ലാം കുറച്ച് കാശ് തിരിച്ചു തന്നു. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ 5-6 പേരുള്ളതുകൊണ്ട് കുറച്ച് കാശ് കിട്ടി, അത് ഏകദേശം കൃത്യം അതിനുള്ള കാശുണ്ടായിരുന്നു. എനിവേ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ദൈവം നടത്തി തരും. ഞങ്ങളിപ്പം ഞങ്ങളുടെ പിള്ളേർക്ക് എന്ത് പറ്റും, പിള്ളേർ കോളേജിൽ പോയാൽ എന്ത് പറ്റും, അതിനുവേണ്ടി സമ്പാദിക്കണ്ടേ, അതിനുവേണ്ടി അങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യണ്ടേ, ആകെ ബ്ലബ്ലബ്ലോ എന്നൊക്കെ ചിന്തിച്ചോണ്ടിരുന്നേ ഞങ്ങൾ രണ്ടുപേരും ജോലി വിടത്തില്ലായിരുന്നു. ജോലി വിട്ടങ്ങ് ഒരു പോക്കങ്ങ് പോയി, കർത്താവ് വിളിച്ചു അങ്ങ് പോയി. പക്ഷെ ഓരോ ദിവസവും ദൈവം പ്രൊവൈഡ് ചെയ്യും. നാളത്തെ എന്ത് വരുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ആൻഡ് വി ഡോണ്ട് ഈവൻ കെയർ അബൌട്ട് ഇറ്റ്. നാളെ ആ ജീവിച്ചിരിക്കുന്ന ആർക്കാ എത്ര ഉറപ്പ്? ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇനിയിപ്പം ഇതെല്ലാം എവിടെ ഉണ്ടെന്ന് എഴുതി വെക്കാൻ പോണ്ടി വരുമല്ലോ. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഉള്ളതെല്ലാം പിള്ളേർക്ക് അറിയാം, അവരെന്തെങ്കിലും ചെയ്തോളും, നാട്ടുകാർക്കും അറിയാം. സോ അങ്ങനത്തെ ഒരു ഫ്രീഡം കിട്ടും. സോ ഇത് ദൈവത്തിന്റെ ഒരു വാഗ്ദാനമാണ്. ഈ സംഭവങ്ങള് ദൈവത്തിന്റെ കൂടെ പോയാൽ ദൈവം നമ്മുടെ കൂടെ വരും എന്നുള്ളത്. അത് നിങ്ങൾ ജോലിയൊന്നും വിട്ട് ഫുൾ ടൈം മിഷണറി ആണോന്നൊന്നുമില്ല. പക്ഷെ whatever we have, wherever we have, if we give the authority and ownership to God, He knows how to manage. Mary is our manager in everything. She knows it very well. ചേച്ചി ഇപ്പൊ ഒരു പ്രൊഫഷൻ വൈസ് ഒരു ഡോക്ടർ ആയിരുന്നല്ലോ, അപ്പൊ അന്ന് ആ ജോലി വിട്ട ഒരു സമയത്ത് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോ അത് എത്രത്തോളം ടഫ് ആയിട്ടും ചലഞ്ചിങ് ആയിട്ടാണ് തോന്നിയത്? It was very tough. It was very tough. Like ആ സമയത്ത് നമ്മളൊരു ആവേശത്തിലൊക്കെ ചിലപ്പം ഞാൻ ചുമ്മാ ഒരു ആവേശത്തിലല്ല അത് ചെയ്തത്, അത് ഒത്തിരി ഡിസേൺ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. അതൊരു ബിഗ് സ്റ്റോറിയാണ്, എല്ലാം എനിക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് എന്റെ സ്പിരിച്വൽ ഡയറക്ടർ ഇൻവോൾവ് ആയിരുന്നു, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇൻവോൾവ് ആയിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ഡിസൈഡ് ചെയ്തതാണ്, അതുകൊണ്ട് ആണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഒരു കാര്യം ഉറപ്പായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഞങ്ങൾ മാരേജ് എന്നുള്ള വൊക്കേഷൻ ചൂസ് ചെയ്തുകൊണ്ട് അവർ ലൈഫ് ഈസ് ടു സ്പെൻഡ് ഫോർ അവർ സ്പൗസ് ആൻഡ് അവർ കിഡ്സ്. ദാറ്റ് വി വർ വെരി ഷുവർ. ജോലിയാണോ എന്ത് കാര്യം അതിന്റെ ഇടയ്ക്ക് വന്നാലും അത് ഞങ്ങൾ ഇട്ട് കളയും എന്ന് തീരുമാനിച്ചായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ബി എ ബിഗ് ടോൾ. ഒന്നാമത്തെ ഞങ്ങൾക്ക് പിള്ളേരുണ്ടാവത്തില്ല, രണ്ടാമത്തെ പിള്ളേരുണ്ടായാലും അവരെ വേറെ വല്ലവരും വളർത്തേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് പിള്ളേരെ വളർത്തുക എന്നുള്ള അപ്പന്റെ അമ്മയുടെ വലിയ ചുമതലയാണ്. സോ ദെൻ വൺ ഓഫ് us will work. അപ്പൊ ചേട്ടാണ്, എനിക്കൊരു നിർബന്ധമില്ല ഞാൻ ജോലി ചെയ്യണം, സിന്ധുവിന്റെ ജോലി ചെയ്യണം വലിയ നിർബന്ധമാണെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അമ്മമാര് പിള്ളേരോടെ നിൽക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എന്റെ ഒരു ഇന്റലക്ച്വൽ സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പലപ്പോഴും ഓർക്കും, അയ്യോ എന്റെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകുമ്പോൾ ചിലപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഒത്തിരി നേരം ഡോക്ടേഴ്സ് ഓഫീസിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്കറിയാം എനിക്ക് എന്താ വേണ്ടതെന്ന്, പക്ഷെ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ഐ ഹാവ് ടു ഈദർ കോൾ മൈ ഫ്രണ്ട്സ് ഓർ ഗോ ടു എ ഡോക്ടർ. സോ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ചിന്തിക്കും, കർത്താവേ, there is a joy in that. You are God. നീ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സാദൃശ്യം നിലനിൽക്കേണ്ട ഒരു കാര്യമായി കരുതാതെ നീ വന്ന് ദാസന്റെ രൂപം സ്വീകരിച്ച് ഞാനിവിടെ എന്തോ ചെയ്യുന്നത്? എടാ ഞാനൊരു ഡോക്ടറാണ്, എല്ലാവരും വന്ന് എന്നെ സെർവ് ചെയ്യണം, ബ്ലോ ഞാനിങ്ങനെയല്ല പല കാര്യങ്ങളും ചിന്തിക്കുന്നത്. This is what the Lord wants. So then as a Christian it is easy for me. As a human being it is very very difficult. So it was tough. Even now it comes. സോ ഇതെല്ലാം ഒരു പ്രൈഡിന്റെ സട്ടിൽ സാധനങ്ങളാണ് ഇതെല്ലാം. അതായത് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നാലേ സമൂഹം അങ്ങനെ പറയുള്ളൂ, വീട്ടുകാരിങ്ങനെ പറയുള്ളൂ, നാട്ടുകാരെങ്ങനെ പറയുള്ളൂ. നോ, വെൻ
my pure joy became that I am the daughter of God. ദൈവത്തിന്റെ മകളാണ് ഞാൻ എന്നുള്ള ബോധ്യം വന്നപ്പം that was my greatest joy. ബാക്കിയെല്ലാം അതിന്റെ ആഡ് ഓൺസ് മാത്രമാണ്. പിന്നെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ആണ് ഞാൻ ജോലി ചെയ്യുന്നതെങ്കിൽ there are so many other ways. പക്ഷേ this is a divine profession to work with പാപ്പട ശുശ്രൂഷിക്കുക അങ്ങനെയൊക്കെ. അപ്പൊ വർഷങ്ങൾ കഴിഞ്ഞപ്പം when we started Haiti mission, I started going their own medical mission. So then അവിടെ ചെല്ലുമ്പം എനിക്ക് എന്റെ പ്രൊഫഷൻ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഒത്തിരി രീതിയിൽ I could become a healing person in many people's life. ഇതെല്ലാം ദൈവമാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ എല്ലാരും ജോലി വിട്ട് പോകണമെന്നൊന്നും ആയിരിക്കല്ല കർത്താവ് തീരുമാനിക്കുന്നത്. എന്നെ അങ്ങനെ ഒന്ന് വിളിച്ചു, and I could see the fruits on the other side. Like I became a spiritual mother to so many people, and also a healing in many ways. So നിങ്ങൾ പറഞ്ഞ പോലെ ഇത് വലിയ ഡിഫിക്കൽട്ട് എളുപ്പമൊന്നും അല്ലായിരുന്നു. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് വല്ല സങ്കടം ഉണ്ടോ ഇങ്ങനെ ഡോക്ടറായി ജോലി ചെയ്യാഞ്ഞാലും? ഇച്ചിരിയൊക്കെ സങ്കടം ഉണ്ടോ? ഇച്ചിരി അല്ലേ ചേച്ചിക്ക് ഒത്തിരി സങ്കടം ഉണ്ടാവണം. ഞാൻ ചോദിച്ചാൽ അതന്നെ അങ്ങനെ പറഞ്ഞു. ചെയ്യാനില്ലാത്ത സാക്രിഫൈസ് കർത്താവിന് വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരിയാന്ന് പറഞ്ഞു. സോ വെൻ I get these temptations to go back or sadness in that, I know where it is coming from. കർത്താവ് എന്ത് എവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവിടെ അത് സന്തോഷത്തോടെ ചെയ്യുന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഇതിരിക്കുന്നത്. Okay, thank you so much. Thank you for addressing the questions as well. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഒരു പ്രെയർ സെഷനിലേക്കാണ്. നമ്മളെ അലീഷ ഒരു പാട്ട് പാടി ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് ചേച്ചി നമുക്ക് വേണ്ടി പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നതായിരിക്കും. So we can spend some time in prayer. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹ. ഹല്ലേലൂയ 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 of Christ the head. കർത്താവിനോടുള്ള ആ സ്നേഹത്തെ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ, അതിൽ വളരുമ്പോൾ, അങ്ങനെയാണ് നമ്മൾ കർത്താവിനുള്ള ആ ഒരു ഫുൾ മെച്യൂരിറ്റിയിലേക്ക് വളരുന്നത്. ഇപ്പൊ ഈശോ നമ്മുടെ മുമ്പിലുണ്ട്, നമുക്ക് കാണാം. കർത്താവ് നമ്മുടെ മുമ്പിൽ തന്റെ ശരീരവും രക്തവും ദിവ്യത്വവും ആത്മാവുമായിട്ട് എഴുന്നള്ളി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ പ്രോഗ്രാംസിലുള്ള പോലെ നമ്മളുടെ അങ്ങനെ നമുക്ക് ടാഞ്ചിബിൾ ആയ ദൂരത്തിലല്ല കർത്താവ്. പക്ഷെ കർത്താവിന് ഈ ദൂരമൊന്നും ഒരു കാര്യമല്ല, ഒട്ടും കാര്യമല്ല. ഞാന് കഴിഞ്ഞ സാറ്റർഡേ ഇതുപോലെ കുർബാന കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന അച്ഛൻ എഴുന്നള്ളിച്ച് വെച്ചപ്പം ടിവിയില് ഞാൻ ആഗ്രഹിച്ചു, കർത്താവെ, ഐ യൂസ് ടു കം ടു എവറി ഡേ ഇൻ ആഡറേഷൻ. കർത്താവിനെ ഞാൻ എന്നും വന്ന് നിന്റെ മുഖത്ത് നോക്കുമായിരുന്നില്ല കർത്താവ്, ഇപ്പൊ എനിക്ക് അതിനെ സാധിക്കുന്നില്ല. ലോർഡ്, ഐ റിയലി ഡിസയർ ഫോർ യു എന്ന് പറഞ്ഞപ്പം ഞാൻ നോക്കുമ്പോൾ കർത്താവ് എന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തിന്ന് ഒരു കുഞ്ഞിനെ പോലെ എന്നെ എടുത്ത് കയ്യിൽ ഇങ്ങനെ താരാട്ടാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ആ സ്നേഹത്തിൽ ഞാൻ അങ്ങ് അലിഞ്ഞുപോയി. അപ്പൊ കർത്താവ് എന്നോട് പറയാ, നിനക്ക് എന്റെ മുമ്പിൽ വരാൻ പറ്റുന്നില്ലെന്നല്ലേ നീ പറയുന്നത്? ഇതാ എനിക്ക് നിന്റെ അടുത്ത് വരാനായിട്ട് ഒരു തടസ്സമില്ല. സീ റൈറ്റ് ഹിയർ ഐ ആം. ആൻഡ് ഞാൻ നോക്കുമ്പോൾ ഞാനൊരു കുഞ്ഞിന്റെ പോലെ കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുന്നത്. ഒരു ന്യൂ ബോൺ ബേബിക്കാണെങ്കിൽ എപ്പോഴും അപ്പനെ അമ്മേനെ ആവശ്യമുണ്ട്, പക്ഷെ അതിന് പറയാൻ അറിയത്തില്ല. വലുതാകുമ്പോൾ പിള്ളേർ വന്ന് പറയും. ഇപ്പൊ എന്റെ മോനാണെങ്കിൽ അവന് പറയാൻ അറിയാം, അവൻ ഡിമാൻഡ് ചെയ്യും, ഐ നീഡ് യു എന്ന് പറയും. പക്ഷെ അതുപോലെ പറയാൻ അറിയാത്തതാണ് കുഞ്ഞുങ്ങള്. അങ്ങനെയുള്ള ഒരു കൊച്ചിനെ പോലെ കർത്താവ് എന്നോട് എടുത്തു വെച്ചേക്കുന്നത്. ഞാനിങ്ങനെ കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞ, കർത്താവെ, എന്റെ ഹൃദയത്തിന്റെ ഒരു ആഗ്രഹം ഞാൻ നിന്നോട് കരഞ്ഞു പറഞ്ഞപ്പോൾ പോലും നീ എന്നോട് പറയുവാണ്, എന്റെ ഹൃദയം നിന്നെ തേടുന്നത് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇന്നും എനിക്കുള്ളത്. അത് നീ മനസ്സിലാക്കുന്ന കർത്താവെ. അപ്പൊ നമുക്ക് കർത്താവിന്റെ മുമ്പിലിരിക്കുമ്പോൾ പറയാം, കർത്താവെ, വി റിയലി നീഡ് യു, വി വാണ്ട് ടു ബിക്കം വൺ വിത്ത് യു. ഇന്ന് കുറെ കാര്യങ്ങൾ നീ ഞങ്ങളോട് പറഞ്ഞു കർത്താവെ.
നിന്നെ അറിയണം, നിന്നെ സ്നേഹിക്കണം, നിന്നെ ശുശ്രൂഷിക്കണം. കർത്താവ് ഇത് സഭ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു, നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. പക്ഷെ കർത്താവെ, ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഈശോയെ. തമ്പുരാനെ, യു ആർ അവർ ടീച്ചർ, യു ആർ അവർ ഫാദർ. കർത്താവെ, നീ ഞങ്ങളെ ഒരു കുഞ്ഞിനെ പോലെ എടുത്ത് നിന്റെ കരങ്ങളിൽ വെച്ച് നീ ഞങ്ങളെ എങ്ങനെ താലോലിക്കണമേ കർത്താവെ. അങ്ങനെ നിന്റെ ആ ഹൃദയത്തിൽ നിന്ന് യോഹന്നാനെ പോലെ പഠിക്കാൻ കർത്താവെ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. ബിക്കോസ് ലോർഡ്, വി ബിലീവ് ദാറ്റ് you who are here is much powerful than any powerful radiation that we can give to a patient that can kill all the cancer cells. But Lord, here you can kill the cancer of our souls, our unbelief, our illness of our soul, our body, our mind. And Lord, we believe that you can heal us. The radiation that comes from this Eucharist can travel to the ends of the world. It is that powerful. So Lord, even if you are now in Sheffield, Lord, we believe that you are reaching out to us here right now. നമുക്ക് ആ വിശ്വാസത്തിൽ കർത്താവിനെ നോക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവെ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു കർത്താവെ. Lord, we bring to you our poverty. You are close to the poor. You hear the cry of the poor. You are close to the brokenhearted. Lord, we bring to you all our brokenness, all our poverty. We are poor, Lord. Come and visit us wherever we are and heal the cancer of our souls, Lord. Hallelujah. Thank you, Lord. We praise you, Jesus. Thank you, Jesus. Praise you, Lord. Hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus. Thank you, Jesus. Praise you, Jesus. Hallelujah. Hallelujah. കർത്താവ് പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മ ചോദിച്ചു, കർത്താവ് ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാ വന്ന് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ ഇതെല്ലാം സംഭവിക്കും. Then all these things shall come to pass. Whatever the Lord has desired about us in his mind, this will come to pass only when his Holy Spirit comes and overshadows us. So, let us desire. ഒരു കുഞ്ഞ് പാലിന് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പറയാം, കർത്താവെ, നിന്റെ ആത്മാവിനെ നീ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. നല്ലതും ചീത്തതും തിരിച്ചറിയാനുള്ള ആത്മാവ് കർത്താവ്, നിന്റെ ആത്മാവ് ഞങ്ങളിൽ വന്നു നിറയുമ്പോൾ ആ ആത്മാവ് ഞങ്ങളിലൂടെ പ്രാർത്ഥിക്കും. ആ ആത്മാവ് ഞങ്ങളിലൂടെ നിന്നെ സ്നേഹിക്കും. കാരണം പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമാണല്ലോ പരിശുദ്ധാത്മാവ്. ആ ദിവ്യ സ്നേഹത്തിലേക്ക് ആത്മാവെ ഞങ്ങളെ ഉയർത്തണമേ. അതുപോലെ തന്നെ ആത്മാവെ, അതേ ഒരു സ്പിരിറ്റില് ഞങ്ങളുടെ സ്പൗസായിട്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിട്ട്, ഞങ്ങളുടെ ബന്ധുക്കളും മിത്രങ്ങളും മാതാപിതാക്കന്മാരും ഞങ്ങളുടെ പേഷ്യൻസും ഞങ്ങൾ ആരെയൊക്കെ സെർവ് ചെയ്യാനായിട്ട് നീ വിളിച്ചിട്ടുണ്ടോ കർത്താവെ, അവരെല്ലാരുമായിട്ടും നിന്റെ ആ ഒരു ഹൃദയത്തിന്റെ ഐക്യം പരിശുദ്ധാത്മാവാണല്ലോ ഞങ്ങൾക്ക് തരുന്നത്. നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. പ്രൈസ് ലോർഡ്. അപ്പൊ ഇത് ഈ ഒരു സ്തുതിയുടെ അവസാനത്തിൽ നമുക്ക് ആ പരിശുദ്ധാത്മാവിനുള്ള ഒരു പാട്ട് പാടിക്കൊണ്ട്, ആ ഈരടി പാടിക്കൊണ്ട് നമുക്ക് പരിശുദ്ധാത്മ നമ്മളിൽ നിന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Lord. Oh, Holy Spirit, you are our instructor. You are our counselor. The wisdom from on high. Hallelujah. Thank you, Lord. Praise you, Lord. Hallelujah. Thank you, Jesus. Oh, praise you, Holy Spirit. Oh, Abba, Father, we love you. We adore you. We worship you. Thank you, Lord. Praise you, Lord. Praise you, Jesus. Thank you, Holy Spirit. Hallelujah. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. നിങ്ങളോട് എല്ലാവരോടും പറയാൻ എന്നോട് ഇങ്ങനെ ഐ എം ഗെറ്റിംഗ് an inspiration, like the Lord is saying, like, I am within you. I am deep within you. The source that you received in your baptism is deep within you.
ജസ്റ്റ് ലെറ്റ് ദാറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങൾ എനിക്ക് പെർമിഷൻ തരുവാണെങ്കിൽ ഐ ക്യാൻ ജസ്റ്റ് കം ദെയർ ആൻഡ് ജസ്റ്റ് ലെറ്റ് ഗോ ഓഫ് ദാറ്റ് സോഴ്സ്. കർത്താവല്ലേ, ദാഹിക്കുന്നവർ എന്റെ അടുത്തേക്ക് വരട്ടെ. അവർ എന്നിൽ നിന്ന് കുടിക്കുമ്പോൾ എന്ത് പറ്റും? അവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ പുറത്തേക്ക് ഒഴുകും. സോ ലോർഡ്, വി പ്രേ ദാറ്റ് യു ഗിവ് us that thirst, Lord, thirst to drink from you more and more. കർത്താവ്, ഇതുപോലുള്ള ഒരു അടങ്ങാത്ത ദാഹം ഞങ്ങൾക്ക് തരണമേ. കർത്താവ്, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും നല്ല വസ്ത്രം ധരിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ എന്തുമാത്രം അദമ്യമായ ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. മീഡിയയോടും സാധനങ്ങളോടും ഈ ലോകത്തിലുള്ള വസ്തുക്കളോടും അദമ്യമായ ആഗ്രഹം ഞങ്ങൾക്കുണ്ട് കർത്താവെ. ലോർഡ്, വി ആസ്ക് യു കർത്താവ്, ഈ ആഗ്രഹത്തെക്കാളെല്ലാം അതിജീവിക്കുന്ന ഒരു ആഗ്രഹം അങ്ങയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുവാൻ. കർത്താവെ, നിന്നെ തേടുന്ന ഒരു ഹൃദയം നീ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. ഒരു നീർച്ചേല തേടുന്ന മാൻപേട പോലെ നിന്നെ തേടാൻ, അതുപോലത്തെ ഒരു തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം നീ ഞങ്ങൾക്ക് തരണമേ കർത്താവെ, നിന്നെ തേടാൻ. കർത്താവെ, ഞങ്ങൾ നിന്നെ തേടുമ്പോൾ നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് തരും. അപ്പോൾ ഞങ്ങളിൽ നിന്ന് ഈ ജീവജലത്തിന്റെ അരുവി എല്ലാവരിലോട്ട് ഒഴുകി ചെല്ലും കർത്താവെ. ലോർഡ് കർത്താവ്, ഇത് വചനത്തിൽ വെറുതെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ലാതെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാനായിട്ട് ഞങ്ങൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവെ. ഞങ്ങൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവ്. പലപ്പോഴും ഞങ്ങളുടെ ചിന്തകൾ പോലെ ആയിരിക്കത്തില്ല, പക്ഷെ കർത്താവെ, when we desire for you, you come to us, you take us in your hands and you give us everything like a loving father. Lord, let us believe in that. Let us abandon ourselves in that love, Father. Thank you, Lord. Praise you, Lord Jesus. Thank you, Jesus. Hallelujah, hallelujah, hallelujah. താങ്ക് യു ലോർഡ്. പ്രൈസ്. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കാം. കർത്താവ്, ഈ സ്തുതിപ്പിന്റെ സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം നിറച്ചു തരും. കർത്താവ്, നിങ്ങൾ എന്റെ അടുത്തേക്ക് വരും. ഐ വിൽ ഗിവ് യു എവറിത്തിങ് ഫ്രീ. ഐ എം ഗോയിങ് ടു ഗിവ് യു എവറിത്തിങ് ഫ്രീ. നിങ്ങളുടെ കണ്ണ് തുറക്കുന്ന അഞ്ജനം ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ കറയില്ലാത്ത ശുദ്ധി ചെയ്ത പൊന്ന് ഞാൻ നിങ്ങൾക്ക് തരും. ആൻഡ് ഹി വിൽ ഗിവ് us the priority. He will give us the discernment to prioritize what is gold, what is bad in our life. Thank you, Lord. Praise you, Lord. Lord, open our inner senses, Lord. Lord, let us close our outer senses in a way that you will open our inner senses. Thank you, Lord. Praise you, Lord. ഞങ്ങളുടെ അന്തർനേത്രങ്ങൾ അങ്ങ് തുറക്കണമേ കർത്താവ്, നിന്നെ കാണാൻ, ആ ചാരിറ്റിയിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ കാണാൻ. ഹല്ലേലൂയ. Thank you, Lord. Lord, also open our eyes to see us as you see us, Lord. നിനക്ക് ഞങ്ങൾ അമൂല്യരും പ്രിയപ്പെട്ടവരും പ്രിയങ്കരികളുമാണല്ലോ കർത്താവെ. അതുപോലെ ഞങ്ങളെ തന്നെ കാണുവാനായിട്ട്, നിന്റെ മക്കളായി ഞങ്ങളെ കാണുവാനായിട്ട് ഞങ്ങളുടെ അന്തർനേത്രങ്ങൾ തുറക്കണമേ കർത്താവെ. Thank you, Lord. Praise you, Lord. Hallelujah. Thank you, Jesus. Praise you, Jesus. Thank you, Jesus. Praise you, Jesus. കർത്താവ്, നമ്മൾ ഓരോരുത്തരെയും ഈ വിളിക്കുന്ന, ഇന്നിപ്പോ മാർക്കോസ് പറഞ്ഞ പോലെ, മാർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്ന പോലെ ലോകത്തിന്റെ അതിർത്തികൾ വരെയും വിടാനാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വി ഡോണ്ട് നോ വേർ ഇസ് ദിസ് ലിമിറ്റ്. ഈ അതിർത്തികൾ നമ്മൾ നിശ്ചയിക്കുന്ന അതിർത്തികളൊന്നും അല്ല. അത് കൊച്ചുറേസ്യ പോലെ ആ മഠത്തിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ അതിർത്തികൾ വരെയും പോകും. ഇതുപോലെയുള്ള ഒരു ഇന്നർ tabernacle of praise and worship, of continuous adoration need to be within our heart. ആ ടാബർനാക്കിളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോകാൻ പറ്റും. ചിലപ്പോഴൊക്കെ കർത്താവ് നമുക്ക് വ്യക്തികളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും. പക്ഷെ ആ വ്യക്തികളോട് നമ്മൾ വാ തുറന്ന് സംസാരിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ഹൃദയത്തിന്റെ ആ വേലിക്കെട്ടുകൾ അകത്തേക്ക് പോകാനായിട്ട് നമ്മുടെ സ്തുതിക്കും നമ്മുടെ ആരാധനയ്ക്കും പറ്റും. അതുകൊണ്ട് ഇന്ന് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അതുപോലുള്ള ഒരു മിനിസ്ട്രി എന്ന കർത്താവിനെ നീ ഞങ്ങളെ ബ്ലസ് ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സ്തുതിപ്പിലൂടെ, ആരാധനയിലൂടെ മനുഷ്യ ഹൃദയത്തിന്റെ ആ വേലികളെ ഭേദിച്ച് അകത്തു പോകുന്ന ഒരു സുവിശേഷ പ്രഘോഷണം നമുക്ക് തരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ നന്ദി, യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Lord, I bless our Jesus youth in UK, Lord. I pray for a special blessing upon them, Lord Jesus. Especially, Lord, I pray that through their lives, through the values of gospel that they live in their life, Lord Jesus, many people will come to you, Father. കർത്താവ്, അങ്ങനെ ഒരു അനുഗ്രഹം ഈ അങ്ങ് കൊണ്ടുവന്നിരിക്കുന്ന ഈ സഹോദരന്മാരിലൂടെ ആ രാജ്യത്ത് ഉണ്ടാവുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ വരും ദിനങ്ങളിൽ കർത്താവ്, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ കോവിഡ് അകത്തിരിക്കുമ്പോൾ തന്നെയും കർത്താവെ, അങ്ങയുടെ ആ സുവിശേഷത്തിന്റെ ദീപ്തി ഈ ആ രാജ്യത്തിന്റെ അതിർത്തികൾ വരെ ചെല്ലാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും കർത്താവ്, ഒരു വലിയൊരു സുവിശേഷത്തിന്റെ ഒരു പ്രഘോഷണത്തിന്റെ ഒരു വരം നൽകി നീ അവിടെയുള്ള ജീസസിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുള്ള സകല ജീസസിനെ കർത്താവ് ഉയർത്തി ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. Praise you, Jesus. We worship you. We adore you. Hallelujah. Hallelujah. നമുക്ക് ഈ ഒരു അരുവി തന്നെ ആയിരിക്കാം, പക്ഷെ നമ്മൾ അവസാനത്തെ ആ പാട്ട് പാടുമ്പോൾ നമുക്ക് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കാം, കർത്താവേ, ഇതാ ഞാൻ എന്നെ തന്നെ, ഇതുവരെ എനിക്കുണ്ടായിരുന്ന എല്ലാ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും
എല്ലാ ബ്രോക്കൺനെസ് എന്ത് തന്നെ ആയിക്കോട്ടെ കർത്താവെ, അതെല്ലാം ഞാൻ അങ്ങയുടെ സന്നിധി വിട്ടുതരുന്നു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ വിളിച്ചിരിക്കുമ്പോൾ നിനക്കൊരു പദ്ധതിയുണ്ട്. അതെന്റെ നാശത്തിനല്ല, ഈ രാജ്യത്തിന്റെ നാശത്തിനല്ല, പക്ഷെ എല്ലാവരുടെയും ക്ഷേമത്തിനുള്ളതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവെ. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ. യൂസ് മീ ലോർഡ്. താങ്ക് യു ലോർഡ്. പ്രൈസ് യു ജീസസ്. താങ്ക് യു ജീസസ്. I, the Lord of sea and sky, I have heard my people cry, all who dwell in dark and sin, my hand will save. I will make their darkness bright. I will hear my people cry, who will bear my light to them? Whom shall I send? Here I am, Lord. Is it I, Lord? I have heard you calling in the night. I will go, Lord, if you lead me. I will hold your people in my heart. I will hold your people in my heart. Oh Lord, help us to hold your people in our heart. And Lord, especially as now we are in this United Kingdom, Lord, where you have called us by name from different parts of the world to come there. Lord, you have a purpose for us over there. Lord, give us a heart for the people. Give us a heart for that country, Lord Jesus.